ഇപ്പൊ വരാം കരയല്ലേ ഇന്നു വെള്ളത്ത് കളിക്കല്ല. സൂറ വണ്ടിന്റെ ചാവി എടുത്തു. എടാ ജിത്തു നീ ബക്കറ കൂട്ടല്ലപ്പാ. എടാ ഓൻ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. ചേർക്കരയിൽ മുഖം വെളുപ്പിക്കാൻ പോയതാ. ഞാൻ ഓനും കൂട്ടി തലശ്ശേരിയിലേക്ക് വന്നാ പോരെ. നീ ഷോറൂമിൽ തന്നെ ഉണ്ടാവില്ലേ? വെച്ചാ ഈ ചാവി എടുത്തു. സൂറ വീടൊന്നുമില്ല. സൂറ ചാവിയുടെ കാണുന്നില്ലല്ലോ. മോനെ 30 വരെ വെള്ളത്ത് കളിക്കല്ലേട്ടാ. ചാവി കിട്ടിയാ? അതാ പോക്കലുണ്ടായിരുന്നു. എന്തിന്നാ ഇക്ക കുഞ്ഞുങ്ങളാട് നഷ്ടമാണല്ലോ നിങ്ങളെ കാര്യം. ഉത്തരവാദിത്തമില്ലാത്ത കളിയല്ലേ. ആ വരുന്നുമ്മാ. അല്ല സെക്യൂരിറ്റി വന്നിട്ടുണ്ടല്ലോ. ഇന്നെങ്കിലൊന്ന് ആ പീടിയിലേക്ക് എഴുന്നള്ളാ പൂയ്യാപ്പളാ. ഇന്നില്ലപ്പാ കല്യാണ തിരക്കാ. അതിന് ഇപ്പളെ പോയി ആടെ പാറ പാടക്കാൻ എന്റെ കല്യാണം ഒന്നല്ലല്ലോ. നിങ്ങളെ മോളെ നോക്കുകയാണെങ്കിൽ ഞാൻ ഒന്നുകൂടി കേട്ടാ. എന്തെന്ന്? ഒന്നുമില്ലപ്പാ. മിസ്റ്റിക്കായങ്ങളോട് എന്തു പറയാനാ. എന്നോടുള്ള പറച്ചില് ഞമ്മളും നിർത്തിയിനി. ആ നന്നായി. ആ ഇത് കുറച്ച് നന്നായി പൊതിരാമക്ക മോനെ. എടാ ബാബു ഇതുവരെ കഴിഞ്ഞില്ലേ? എടാ ഓനുണ്ട് ഷോറൂമിൽ നിന്ന് വിളിച്ചോണ്ടിരിക്കുന്നു. ബേക്കറ കൂട്ടല ശുക്രേ ഇതിപ്പോ കയ്യും കഴിഞ്ഞ അവന് കൊള്ളാം. ഇവനെന്താ മിണ്ടാത്ത? ഉറങ്ങിപ്പോയാ? എങ്ങനെ ഉറങ്ങാണ്ടിരിക്കാം? കണ്ണിന്റെ മുകളിൽ കക്കരി കഷ്ണം വെച്ചിങ്ങാണ്ട് 1.5 മണിക്കൂർ കണ്ണടച്ചിരിക്കാൻ പറഞ്ഞാൽ ആരാലും ഉറങ്ങിപ്പോലെ. ഡാ നകുല എണീക്കടാ പോണ്ടേ. പോണം. ആ പോട്ടാ
ഇതൊക്കെ മതി, നീ വന്നേ. മതിങ്ങ മതി എനിക്കൊന്നില്ല നകുല ബൈക്കാകുമ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് മേടിക്കാം. പക്ഷേ പേഷ്യല് മര്യാദ കയറ്റെങ്കിലേ കല്യാണ ചെക്കനെ കാണാൻ കൊണ്ടല്ല നാട്ടുകാർ പറയും. അതല്ലേ ഈ പറയിപ്പിക്കല്ലോ. ആരാ പറയിപ്പിക്കുന്നത് എനിക്കറിയാം. നിന്നെ ആശാ വർക്കർ അന്വേഷിച്ചല്ല? ഏതാ സുമതലേ? സുമ തലയല്ല, സുമല്ലത്ത. അത് തന്നെ, ആ തല തിരിഞ്ഞ സുമതല. എടാ ഓക്ക് മിസ്റ്റിക്കാടാ. എന്റെ ഓള് പ്രസവിക്കുന്നതിന് എനിക്കും എന്റെ ഓക്കും ഇല്ലാത്ത ബേജാറ ഓൾക്ക്. ബാബു, ഓൾ എന്നോട് എന്താ പറഞ്ഞത് നിനക്ക്? എടാ നിനക്കത് ഇടാൻ പറ്റൂലെങ്കിൽ നിന്റെ ഓളെ കൊണ്ടാ മറ്റേ സാധനം ഇടിപ്പിക്കടാ നീ. എന്ത്? എടാ പ്രോപ്പർട്ടി. ആ സാധനം ബ്രോ. എടാ ലോഡാവാതിരിക്കാനുള്ള മെഷീനാ. എനിക്ക് ഉറപ്പാ ഓൾ ആ കമ്പനീന്റെ ആളാ. അല്ലെങ്കിൽ ഓളിന്റെ പയ്യനെ നടക്കേണ്ട ആവശ്യമുണ്ടാ? അതിന് മെഷീൻ ഇറങ്ങിയ അത് എവിടുന്ന കിട്ടലിപ്പം? എടാ കോപ്പർട്ടി ഹോസ്പിറ്റലിന്. അതല്ലേ ആ ഹോസ്പിറ്റലിന് ആ പേര് വന്ന്. എന്റെ പൊന്നു ശുക്കൂറെ, കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ സഹകരണ ആശുപത്രി എന്നാ. അല്ലാണ്ട് എൻ്റെ ഓൾക്ക് കുഞ്ഞുങ്ങളുണ്ടായിരിക്കണം മെഷീൻ കിട്ടുന്ന സ്ഥലമെന്നല്ല. ആ എന്തായാലും ഇനി സുമലതയുടെ മുമ്പിൽ പോയി കണയാൻ നിൽക്കണ്ട. എന്റെ അടുത്തും ചോദിച്ചാൽ എന്നെ കണ്ട പിന്നെ കാര്യം. നീ എവിടെ കണ്ട്? കല്യാണം വിളിക്കാൻ പോയപ്പോ. നീ ഓളെ കല്യാണം വിളിച്ചിനാ? എടാ എനിക്ക് മിസ്റ്റേക്ക് ആണ്. ഈ കല്യാണത്തിന് ഞാൻ വരൂലേ? ശരി ബാബോട്ടാ, എത്ര എനിക്കല്ല ആ പാപ്പ സാധനമല്ല ഉറച്ചത്. നല്ല ഗോൾഡാണ്, ഗോൾഡ്. 500 1500 റുപ്യ തന്നാ മതി. 2 ദിവസം കൊണ്ട് വിളിക്കൂലേ? വെളുക്കുവന്നാ വെളുത്തിട്ട് പാറും. ഇന്റെ കല്യാണത്തിന് നീ എന്നായിരിക്കും കല്യാണ ചെക്കൻ? ഇന്റെ ബാബോട്ടനാ പറഞ്ഞത്. കൈനായി പോയിക്കോ. അതാണ് പേടി. അല്ലെങ്കിൽ ഞാൻ തന്നെ അല്ലേ കല്യാണ ചെക്കൻ? പിന്നെ ഞാനാ. എടാ അയാൾക്ക് മിസ്റ്റേക്കാടാ. നീ വാ. എത്ര സമയം വിളിക്കുന്നത്? ലേറ്റ് ആയതിനെ കുറിച്ച് പറഞ്ഞേ. ഇനിയും ലേറ്റ് ആവും. വണ്ടി വണ്ടി ഇതാണോ? ഇതെന്താ മൂടിച്ച്? എന്താ കുഴപ്പമുണ്ടോ? മാനേജർ വരും, ചാവി വരും. തുറക്കുന്നവരല്ലേ? തുറക്കുന്നവരാണ്. ഹലോ, കൺഗ്രാറ്റ്സ്. എടുക്കല്ലേ? തുറക്കടാ. മാറ്റ്. ഓക്കെ അല്ലേ? കളറുള്ള നല്ല കളറാട്ടോ അല്ലേ? എന്റെ ഫോൺ നോട്ടെ, ഞാനൊരു ഫോട്ടോ ഇടാം. സാറ് ഒറ്റ മിനിറ്റ്. എന്റെ ലോക്ക് തുറന്നു. എടാ ചുറ്റ് കുറച്ചുകൂടി കൊടുക്കണം. എടാ എന്റെ ശാലിയിലാ വിളിക്കുന്നത്. ഈ ഒരു കട്ടാക്കിട്ട് ഫോട്ടോ എടുക്കാം. അമ്മേ, പുതിയ ബൈക്കിന്റെ ഫോട്ടോ അയച്ചു തന്നിട്ടുണ്ട്. നോക്കട്ടെ നോക്കട്ടെ. ചാവി വാങ്ങിക്കുന്നോളെ ചെക്കൻ. ലുക്കാണല്ലോ. എന്നെ കിരിച്ചേ ചെക്കനെന്നാ പണി? ഓനി കല്ലിന്റെ ബിസിനസ് ആണ്. கல்லு கன்னி. This is கல்பனா. இந்த கல்லு தான் நம்ம கன்னி. क्या भाई? சரிக்கு भाई. അടിപൊളി. ഹലോ, അതെ ഇപ്പൊ പണയിലെത്തിയുള്ളൂ. എങ്ങനെയുണ്ട് ബുള്ളറ്റിന്റെ കളറ്? ചാണപ്പച്ചയല്ലേ? നല്ല കളറ്. അല്ല, അത് ചോദിക്കാൻ വിട്ടുപോയി. ഫേഷ്യൽ ചെയ്തിട്ട് എങ്ങനെയുണ്ട്? 2 ദിവസം വെളുക്കുന്നാണ് ചെയ്ത ബാബോട്ടം പറയുന്നത്. ആ അതങ്ങനെയാന്ന്. പിന്നില്ലേ സോപ്പൊന്നും ഇടറേ, പൗഡർ ഇടറ്. എന്നാലേ റിസൾട്ട് ഉണ്ടാവൂലൂ. ആ ആടുത്ത സ്ഥിതി എന്തായി? ഇവിടെ എല്ലാരും ഭയങ്കര ഓട്ടത്തിലാന്ന്. നാട്ടിലൂടെ കഴിഞ്ഞാൽ തലേന്നായില്ലേ? അത് ശരിയാ. പിന്നെ എന്റെ ഇലയിലായില്ലേ? തലേല ഇല്ല, ഒന്നുമില്ല. ഞാനിവിടെ കുറച്ച് കണക്ക് നോക്കാണ്ട്. ഞാൻ പിന്നെ വിളിക്കാം. നകുലേട്ടാ സൂപ്പർ. ചേട്ടാ എനിക്കൊന്ന് അടിക്കാൻ തരേ? ഇല്ല, ഞാൻ ഒന്ന് കേട്ടെ. കൊള്ളാം, അടിപൊളി. കഴിഞ്ഞില്ലേ? വണ്ടി ഇറങ്ങി പോലീസിന്റെ മാസപ്പടി 15 അല്ലേ? അല്ലേ? ഈ എന്നോട് ചോദിക്കുന്നത്? ആ 15. പിന്നെ എങ്ങനെ ഇതിൽ 20 കാണിക്കുന്നത്?
ആ അതെ, സ്റ്റേഷനിലെ ജീപ്പിനെ ടയർ മാറ്റാൻ വേണ്ടിട്ട് 1,500 അധികം കൊടുക്കാൻ പറഞ്ഞു. ടയറാ? ആ, ഊര് കൊടുക്കാൻ പറഞ്ഞു. അത് പോട്ടെ, ഞാൻ അതുകൊണ്ട് കാര്യമൊന്നുമില്ല. ടയറിന്റെ ബില്ലേ എക്സ്പെൻസ് കയറ്റാൻ മറക്കണ്ട. അല്ല നടുവേട്ടാ, അതിന് ബില്ല് ഓരും ഉണ്ടല്ലോ. ആര്? പോലീസുകാർ. ഓർക്ക് ബില്ല് കൊടുത്തിട്ട് വേണം ഗവൺമെന്റിനെ ക്ലെയിം ചെയ്തിട്ട് പൈസ കിട്ടുമെന്ന് പറഞ്ഞു. എന്തരപ്പന്മാരെ ഇവര് ഗതിട്ടോട്ടെ നോക്കി. നടുവേട്ടാ, ആ കല്യാണത്തിന് അല്ല ഞാൻ വരണ്ടേ? വരണം. തലേന്ന് ഞാൻ വരണ്ടേ? തലേന്ന് രാത്രി അങ്ങ് എത്തിക്കോ, ഇവിടുത്തെ പണിയെല്ലാം തീർത്തിട്ട്. ആ പോടാ. സെറ്റ് റെഡിയാ? എടാ ഓൻ ഭയങ്കര ടെൻഷനിലാണ്. എടാ ഓന്റെ ടെൻഷനിൽ മരുന്ന് എന്തെങ്കിലും ഉണ്ടോ? ഓന്റെ ടെൻഷൻ കണ്ടിട്ട് എനിക്കും ഭയങ്കര ടെൻഷൻ ഉണ്ടാവും. എനിക്കുള്ളത് ഉള്ളിലുണ്ട്. മോനെ ശുക്രേ. വടക്ക് ദിക്കിലൊരു കറക്ക് ചെക്കനിത നറുക്കു വീണ തിരുമംഗലം. നോക്കിലൊരു പൊടിക്കുന്നോണമിടും ഇടുക്കി പെണ്ണവള തേൻകുടം. വടക്ക് ദിക്കിലൊരു കറക്ക് ചെക്കനിത നറുക്കു വീണ തിരുമംഗലം. കടക്കണ്ണോക്കിലൊരു പൊടിക്കു നാണമിടും ഇടുക്കി പെണ്ണവള് തേൻകുടം. ഇരുവരും ഇരുദൂരെ നിന്നും ഒരു കുടയുടെ ചോട്ടിലെത്തും. അതിനൊരു വിരുന്നിന്നൊരു കണ്ണാടി തോടിക്കൂടും. ദിക്കിലൊരു കറക്ക് ചെക്കനിത നറുക്കു വീണ തിരുമംഗലം. കടക്കണ്ണോക്കിലൊരു പൊടിക്കു നാണമിടും ഇടുക്കി പെണ്ണവള തേൻകുടം. ചെറു ചെറു ചിരികൾ പറയണ പലതും ഇനി ഇവരുടെ മണിയറയതിൽ ഇന്നോളം കേൾക്കാത്ത പായാരമായിടുമോ. വടക്ക് ദിക്കിലൊരു കറക്ക് ചെക്കനിത നറുക്കു വീണ തിരുമംഗലം. കടക്കണ്ണോക്കിലൊരു പൊടിക്കു നാണമിടും ഇടുക്കി പെണ്ണവള തേൻകുടം. ഇരുവരും ഇരുദൂരെ നിന്നും ഒരു കുടയുടെ ചോട്ടിലെത്തും. അതിനൊരു വിരുന്നിന്നൊരു കണ്ണാടി തോടിക്കൂടും. വടക്ക് ദിക്കിലൊരു കറക്ക് ചെക്കനിത നറുക്കു വീണ തിരുമംഗലം. കടക്കണ്ണോക്കിലൊരു പൊടിക്കു നാണമിടും ഇടുക്കി പെണ്ണവള തേൻകുടം. വടക്ക് ദിക്കിലൊരു കറക്ക് ചെക്കനിത നറുക്കു വീണ തിരുമംഗലം. കടക്കണ്ണോക്കിലൊരു പൊടിക്കു നാണമിടും ഇടുക്കി പെണ്ണവള തേൻകുടം. കിട്ടിയതും കൊടുത്തൊക്കെ കൂട്ടി നോക്കിയപ്പോ കല്യാണം ഒരു കുറ്റമില്ലാണ്ട് എങ്ങനെയോ കഴിഞ്ഞു വേണം പറയാൻ. കുറ്റമൊന്നുമില്ലെന്ന് ആരാ പറഞ്ഞ? ചുറ്റിനിരുന്ന് കുറ്റം മാത്രം പറയുന്ന കേട്ടാ. മോളെ, ഈ മാല എത്ര പവനാ? അറിയില്ല. ഏതാ ജ്വല്ലറി? അത് നാട്ടിലൊരു ജ്വല്ലറിന്നാ. 916 കിട്ടണമെങ്കിൽ നല്ല ജ്വല്ലറി തന്നെ വാങ്ങണം. അല്ലോളെ, ഈ അരപ്പട്ട ഞാടുന്ന എന്നാന്ന് വാങ്ങിന്? ഇതതിന് പൊന്നല്ല.
മുക്കു പണ്ട മുഴുവനും ആരും മുക്കാട്ടില്ല. നകുലേട്ടന്റെ വീട്ടിലെത്തിയപ്പോ ആദ്യം പലരും പല ചോദ്യങ്ങളാ ചോദിച്ചത്. മാസങ്ങൾ കുറച്ചങ്ങ് കഴിഞ്ഞപ്പോ പിന്നെ അതൊരൊറ്റ ചോദ്യത്തിലേക്ക് ചുരുങ്ങി. ഒരു മാസ്റ്റർ പീസ് ചോദ്യം. മോളെ വിശേഷമൊന്നും ആയില്ലേ? ആദ്യം കേട്ടപ്പോ എനിക്ക് ചിരിയാ വന്നേ. മോളെ വിശേഷം എന്തെങ്കിലും ആയോ? അല്ലണേ കല്യാണം കഴിഞ്ഞിട്ട് കൊറേ ആയല്ല, വിശേഷമൊന്നുമില്ലേ? വിശേഷമൊന്നുമില്ലേ? പിന്നെ നാണം വന്നു. നിങ്ങളിപ്പോഴും നോക്കുന്നൊന്നുമില്ലേ? മോളെ വിശേഷമൊന്നുമില്ലേ? പിന്നെ എന്തോ പോലെ ആവാൻ തുടങ്ങി. പിന്നെ അത് തുറച്ചു നോട്ടായി. വിശേഷമൊന്നുമില്ലേ? വിശേഷമൊന്നുമില്ലേ? നിങ്ങളിപ്പോ നോക്കുന്നൊന്നുമില്ലേ? പിന്നെ പിന്നെ ദേഷ്യം വന്നു. അല്ല രാജമ്മേ, ഇതിന് മച്ചെങ്ങാനായി പോയിനാ. മോളെ ഇതെന്തമ്മായി അവതാർ സിനിമയാ? ഇല്ല പേസ്റ്റിലെടുത്ത് മോത്താരി തേച്ചിനല്ല. അത് നീ ആട് നോക്കിട്ടാ വീട് നോക്കിയാട്ടെ തെയ്യം കെട്ടിയ പോലെയുണ്ട്. ഇപ്പുറത്ത് മുയ്മേൻ എന്റെ പരയിലെ ക്ലോസപ്പാ. ഞാൻ ഇവളോട് എപ്പോഴും പറയലുണ്ട് ഇപ്പൊ ഇത്ത ഭർത്താനായിട്ട് ഇപ്പോഴത്തെ പിള്ളേരെടുത്ത് പോണ്ടാന്ന്. ഇപ്പൊ എന്തായി? ഓളെടുക്കുന്ന കണിപ്പിന് കിട്ടിയില്ലേ? ആ എന്താ പറ്റേ? അതിന്റെ ഓളോട് പോയി ചോദിക്കേ. എന്താ അമ്മായി ശരിക്കണ്ടായേ? എന്റെ ഓളിന്റെ അടുത്ത് ചായ വെച്ചടാ. ചായ വെച്ചാ എന്തിന്? ഓക്കെ വിശേഷം ഉണ്ടോന്ന് വെച്ചാന് അന്ന പെടക്ക് ചോദ്യം കാനാ. എന്തിനാ അമ്മായി ചോദിച്ചതിനെ ചോദിച്ചോണ്ടിരിക്കുന്നത്? വേറെ എന്തെല്ലാം ചോദിക്കും? അതന്നെ, വേറെന്തെങ്കിലും ചോദിച്ചാലോ ഓക്ക് ദേഷ്യം വരൂലാലോ മോനെ. ഇവക്ക് എപ്പോഴുള്ള പണിയാന്ന് കൊക്ക കെട്ടി പറിക്കല്. ആ ശരി, ഇപ്പൊ എന്റെ ആയോ കുറ്റം? പിന്നല്ലാണ്ട് കേർപ്പല്ലാത്തോണ്ടല്ലേ ചോദിച്ചോണ്ട് നീ അതിനെ ചോദിക്കാനോ? ഇനി ചോദിക്കാൻ നമ്മളിങ്ങ് വരുന്നില്ല പോരെ? ശതങ്ങൊന്ന് സമാധാനിക്ക്. ഈ രാജമ്മ ഇവൻ വന്നിട്ട് പോയാ മതി അറിയണേ. ഞോളെ പാവാടേം താങ്ങിങ്ങനെ ഇരുന്നോ ഒരു വാണത്താവ്. അമ്മായി ആസ്പത്രി പോയിട്ട് വന്ന് ഞാൻ അതിന്റെ ഓളെ കൊണ്ടേ കാണിക്കടാ. ഓക്ക് പിരാന്താ. ഞാൻ മുഖത്ത് പേസ്റ്റ് അടിച്ചിട്ട് പോ, നാട്ടുകാർ കാണൂ. കാണട്ട് എല്ലാരും അറിയട്ട്. എന്റെ മരോളെ താനിക്കോണം. ഇനി ഒന്ന് സൂക്ഷിച്ച രാജമ്മേ. ഇന്നോള് ചായ വെച്ച് നാളെ എന്റെ വീട്ടിൽ എത്ത ഇളച്ച എണ്ണ വയ്ക്കാതെ നോക്കിക്കോ. കാഞ്ഞ വിത്തിന് എന്റെ മോൻ കെട്ടിക്കോട്ടാന്ന് ശാന്തമാരാന്ന് ഞാൻ കാണിച്ചു കൊടുക്കാം. എനിക്കെന്താ ചോദിക്കാനും പറയാൻ ആരും ഞാൻ വിചാരിച്ചിനോ? എല്ലാത്തിനും ഞാൻ കോടതി ഏറ്റു. പിരാന്ത് ഒക്കെ പെറാൻ പറ്റാത്തതിന്റെ ദേഷ്യം എന്നോട് കാണിക്ക. എന്റെ വീട്ടത്തിൽ ചായ വെച്ചണേ. അതെയാ? ആ എങ്ങനെ? നല്ല തിളച്ചിട്ട് പതവന്ന ചായ തന്നെയാ. എല്ലാത്തിനും ഞാൻ കാണിച്ചു. ഓളെ ശീതപ്പറ്റി ഞാൻ മാറ്റി കൊടുക്കാം. മൊഞ്ചുള്ളൊരു വീട് കണ്ടപ്പോ അസൂയ. നാട്ടുകാരുടെ പെരടി കയറാതെ ഇങ്ങോളെ നിലയ്ക്ക് നിർത്തിക്കൊന്നുമില്ല. മോനെ നകുല, വീടിയെ പോകുമ്പോ ഒരു പേസ്റ്റും കൂടി വാങ്ങണേ മോനെ. ക്ലോസപ്പ് അല്ലേ? ഇത്രയൊക്കെ ഒപ്പിച്ചു വെച്ചിട്ട് നിനക്കൊന്നും പറയാനില്ലേ?
ഉണ്ട്. എന്ത്? പൊള്ളലിന് പേസ്റ്റ് അല്ല നല്ലത്, ബെനോള. കുറച്ചുകൂടെ സ്റ്റോക്ക് ചെയ്ത് വെച്ചു. ഏതോള്? കുടുംബശ്രീന്റെ ഗ്രൂപ്പിൽ വന്നാടാ. നാട്ടിലൊത്തം പാട്ടായല്ലേ? ഇനിയൊക്കെ വയറ്റിലായില്ലേലും വയറായി. നാട്ടുകാർക്ക് മിസ്റ്റേക്കാടാ. അതിന് ഓള് ചൂടായിട്ട് ഒരു കാര്യമില്ലട്ടാ. അതിന് ചൂടാവല്ലോ, ചൂട് ചായ മുഖത്ത് വയ്ക്കലല്ലേ. അത് തന്നെ. എൻ്റെ ഒക്കെ 1-ാം മാസം വയറ്റിലായന നാട്ടുകാർ കളിയാക്കി. ഇവന്റെ പാവാത്തന്നെ കളിയാക്കുന്നു. ആരാന്റെ പരിമനെ വയറ് നോക്കി നടക്കുക നാറികൾ. നീ എന്തായാലും കുറച്ച് പേസ്റ്റ് സ്റ്റോക്ക് ചെയ്ത് വെച്ചോ. ഇതുകൊണ്ടൊന്നും നാട്ടുകാരും ഉണ്ടാണ്ട് നിനക്ക് വന്നില്ലേ. വീട്ടിൽ പോകാനല്ലോ. ഇനി ഫോൺ എടുക്കടാ. അടുത്ത ചായ ആർക്ക് കിട്ടിയെന്നറിയാലോ. ഹലോ. ആ ശരിക്കും ഇത് നമുക്ക് പൊളിക്കണം. ആയോന്ന് വെച്ചാൽ എല്ലാ തണ്ണികളും വിളിച്ചറിയിക്കും. എനിക്കായ കാര്യം. ആ, ഞാൻ പീരീഡ്സ് ആയ കാര്യം എല്ലാരും വിളിച്ചറിയിക്കാം. നിങ്ങൾ എനിക്ക് പാഡ് മേടിക്കണം. ആ, അത് ഞാൻ വൈകുന്നേരം വന്നിട്ട് നിന്നെ കൊണ്ടുപോവാം. വൈകുന്നേരം വന്നിട്ട് കൊണ്ടുപോകുന്ന അതൊരു നിങ്ങൾക്ക് വേണ്ടിട്ട് ഞാൻ മാറ്റി വെക്കണം. പിന്നെ നിങ്ങൾ മേടിച്ചിട്ട് വന്നാ മതി. ഞാനാ? എന്താ നിങ്ങൾ മേടിച്ചാ കിട്ടൂലേ? ഹലോ, മനോരേട്ടാ, ഇതാ ഞാൻ കൊടുക്കാം. മനോരേട്ടാ. ആ മനോരേട്ടാ. ആ ആ ആ ഇപ്പൊ വരാം. ശരി. എന്താടാ? ശാന്തമ്മായി പാർട്ടി ഓഫീസിൽ കൊണ്ട് കംപ്ലൈന്റ് കൊടുത്തു. മനോരേട്ട ഇപ്പൊ വീട്ടിലേക്ക് വരാം. ഇത് പണിയാന്നല്ല. ഏതായാലും പോയി നോക്കാം. വാ ശുക്രേ. പോയിട്ട് വരുന്നു. ഓ എടാ പ്രമോദ, നിന്റെ അടുക്കുള്ള പൈസ ഇല്ലെന്ന് നമ്മുടെ സഹകരണ ബാങ്ക് കൊണ്ടിട്. ഞാനല്ലേ പ്രസിഡന്റ്. അതാകുമ്പോൾ സേഫ് ആയിരിക്കൂ. ഞാനത് നോക്കാം. ഞാനത് നിന്നെ പിന്നെ വിളിക്കാം. മനോരേട്ടാ. ആ ആ എന്തുണ്ടാകില്ല. മനോരേട്ടൻ നേരത്തെ എത്തിയാ? ആ, കുറച്ചു നേരമായി. അമ്മ ചായ കൊടുത്താ? അയ്യോ, വർത്തമാനത്തിനിടയ്ക്ക് അത് മറന്നു. ശാലിനി, അയ്യോ ചായ വേണ്ട, ഒരു ഗ്ലാസ് പച്ചവെള്ളം മതി. നകുല, സംഗതി വധശ്രമാന്നേ. വധശ്രമ? IPC 307. അല്ല മനോരേട്ടാ, അവർ കേസ് കൊടുത്താ? കേസൊന്നും കൊടുത്തിട്ടില്ല. തൽക്കാലം എൻ്റെ ഹോൾഡ് വെച്ച് ഞാനത് മാറ്റി വെച്ചിരിക്കുക. മനോഹര, ഓളങ്ങനെ വേണമെന്ന് വെച്ചിട്ട് ചെയ്തൊന്നുമല്ല. ആ, അതെനിക്കറിയില്ലേ രാജമ്മച്ചി. ചായ എടുത്ത് വരുമ്പോൾ അറിയാണ്ട് സ്റ്റെപ്പുമെന്ന് കാല് തെറ്റി വീണതായിരിക്കൂ. അല്ലേ അല്ലേ മോളെ? നകുല, നമുക്ക് കേസും കൊണ്ടാൻ വേണ്ടി ഒന്നും ഇല്ലാണ്ട് തീർക്കുന്നല്ലേ നല്ലേ? ഇപ്പൊ എന്ത് ചെയ്യാ? ഓർക്ക് ആസ്പത്രിയിൽ കുറച്ച് പൈസ ചിലവായിട്ടുണ്ട്. അത് എനിക്ക് കൊടുക്കാൻ സാധിക്കുമെങ്കിൽ ഇത് സോൾവ് ചെയ്യുന്ന കാര്യം ഞാനേറ്റ്. ഓരോട് അന്നേരം പറഞ്ഞു ഹോസ്പിറ്റലിൽ പോവാന്ന്. കേട്ടിട്ടില്ല. ഇപ്പൊ ഞാൻ എന്ത് ചെയ്യാനാ? പൈസ നമുക്ക് കൊടുക്കാം, അത് പ്രശ്നമില്ല. എത്ര വരാ? ഒരു 20,000 രൂപ കൊടുത്താൽ സംഭവം സോൾവാ. 20,000 രൂപ? CT സ്കാനും അൽക്കുലത്ത് പരിപാടിയിലായിട്ട് ഒരു 25,000-ന് മേലെ പോയി എന്നാ പറഞ്ഞ്. ഞാനിത് പറഞ്ഞ് 20,000 എത്തിച്ചിട്ടുണ്ട്. CT സ്കാനാ? ആ, CT സ്കാൻ. മുഖം പിന്നെ തലേന്റെ ഭാഗല്ലേ. നീ എന്ത് വർത്താനം ഈ പറയുന്നത്? ആന്നാ കണ്ണിന് പറ്റിയേ? വരുന്ന വഴിക്കൊരു പ്രാണി അടിച്ചതാ. നല്ല ചോപ്പുണ്ടല്ലോ. മനോട്ടാ, ആ, എൻ്റെ കയ്യിൽ ഇത്രയും പൈസ ഇപ്പൊ എടുക്കാണ്ടാവില്ല. ഞാൻ എന്ത് ചെയ്യാ? അതിന് ഇപ്പം വേണം നിന്നോടാരാ പറഞ്ഞ്? ഈ വൈറ്റ് എത്തിച്ചാ മതി. വരുന്നേ. എടാ മോനെ, മുലപ്പാല് കിട്ടെങ്കിലും ഇട്ടിച്ചോ. കണ്ണിന് ബെസ്റ്റാ. എൻ്റെ ഓള് പ്രസവിക്കുന്നതിന് നിങ്ങളല്ലേ മക്കാറാക്കല്? എടാ, ഒരാവശ്യം വന്നപ്പോൾ എൻ്റെ ഓളെന്നെ വേണ്ടി വന്നില്ലേ? എനിക്ക് ഇന്നല്ല കിട്ടേണ്ടത് ആ ഓളെ. ആ സുമതല ഓക്ക് മിസ്റ്റേക്ക് കൂടുതലാ. മോൻ കണ്ണണിക്ക് ഉമ്മ ഉറ്റിച്ചേരാം. ഓക്ക് വിശേഷമായതുകൊണ്ട് കുഞ്ഞിനിപ്പം പാല് കൊടുക്കയില്ല. കൊടുക്കാഞ്ഞ പാല് പറ്റേണ്ടതാണ്. ഇതെന്നാന്നറിയില്ല. നിനക്ക് ഭാഗ്യമുണ്ട്, ഓക്ക് പാലും ഉണ്ട്.
നകുല ശാന്തന്റെ മുറ്റത്ത് ചായ വെച്ചത് വലിയ പ്രശ്നമായല്ലേ? അതൊന്നും പറയണ്ട ഉമ്മ. നീ അവളോട് ഇഷ്ടക്കേടൊന്നും കാണിക്കരുത്. വന്ന് കയറിയ പെണ്ണല്ലേ, ഓളോട് നീ നല്ലോണം നിക്കണം. വേറെ പ്രശ്നമൊന്നുമില്ലപ്പാ, അതെല്ലാം സോൾവ് ആയി. ആളിവിടെ ഉണ്ട്, ഞാൻ കൊടുക്കാം. ദേ ഇതാണ് ആ വൈറൽ യുവതി. ഹായ്. ഷാലിനിക്കയുടെ കുറെ ഫാൻസ് ഉണ്ട് ട്ടാ. സംഭവം ചോറാക്കിനെ. ആ പെണ്ണൊക്കെ അങ്ങനെ തന്നെ വേണം. എന്നാ ശരി, നീ വെച്ചോ. ഓ ശരി, ഗുഡ് നൈറ്റ്. കഴിഞ്ഞ എന്ത്? എന്താ വൈറൽ യുവതിക്ക് ഒരു വിമ്മിഷ്ടം? എല്ലാരും എല്ലാം അറിഞ്ഞല്ലേ നകുലേട്ടാ? ഏയ്, ആടിയുടെ 2-3 കുടുംബശ്രീക്കാരും ചായക്കടയിലും പിന്നെ ഗൾഫിലെ കുറച്ച് ആൾക്കാരും, അത്രയല്ലേ ഉള്ളൂ. അമ്മയെ ഹേമേച്ചും വിളിച്ചിട്ടുണ്ടേനു, എന്നെ കുറെ ചീത്തയും പറഞ്ഞു. ആണോ? എല്ലാരും ഇപ്പൊ അങ്ങനെ പറയുന്നുണ്ടാവില്ലേ? അമ്മാര് സംഭവമല്ലേ ഞാൻ ചെയ്തു വെച്ചിനി. പിന്നെ ഈ ഒരു സംഭവം എല്ലാവരും അറിഞ്ഞില്ലേ? ചെറിയ കാര്യം എങ്ങനെ അത്? നകുലേട്ടാ, ഞാൻ വേണമെന്ന് വെച്ചിട്ട് ചെയ്തതല്ല. എനിക്കിത് കേട്ട് കേട്ട് മടുത്തിട്ട് എനിക്ക് എന്നെ പിടിച്ചിട്ടുണ്ടായിപ്പോയി. നിനക്ക് പിടിച്ചിട്ടുണ്ടാവുമ്പോ ഈ എൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി. ഞാൻ ഇങ്ങനെ കേട്ട് പിടിച്ചോ. എന്റെ അഭിപ്രായത്തിൽ ഒരു ഇപ്പോഴേ കുട്ടികളാവാത്തേ നല്ലത്. പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് അത്രയല്ലേ ആയിട്ടില്ലോ. ഇതാവുന്നല്ല, ആയിക്കഴിഞ്ഞാലുള്ള ഓയിലിച്ചാന്ന് പാട്. എന്താ സൂറപ്പ അങ്ങനെ ഒരു വർത്താനോ? നല്ല ആളോടാ പറയുന്നു. മോനെ അങ്ങോട്ട് എടുത്തേ. മോനെ വയക്ക് കിടത്തല്ലേ? അതിന്റെ ആവശ്യമില്ല, ഓനവിടെ കിടന്നോട്ടെ. മക്കളെല്ലാം ഉറങ്ങിയാ? മാൻ്റെ അടുത്ത് ഉറങ്ങുന്നുണ്ട്. നാളെ ഞാൻ ഡോക്ടറെ കാണിക്കേണ്ട ദിവസം മറക്കണ്ട. 3 മാസമായാ? ഇനി ഒരു 6 മാസം കൂടി കഴിഞ്ഞാ വയറോയല്ലോ. എന്റെ വയറോഞ്ഞിട്ട് ഇങ്ങക്കെന്നാ വേണ്ട? എനക്കൊന്നും വേണ്ട, പക്ഷെ വയറുണ്ടാവും എന്നെ കാണാൻ ഭയങ്കര മൊഞ്ച. ഓ ഏറ്റില്ല. പിന്നെ സൂറ, ഈ സമയത്ത് എന്തെങ്കിലും ആഗ്രഹങ്ങളൊക്കെ ഉണ്ടോ പറഞ്ഞട്ടാ? നിക്കാഹിന് മുന്നേ ഒരാഗ്രഹം ഉണ്ടായിരുന്നു, അത് പറയട്ടെ. നീ പറ. എന്നെ ഒന്ന് തലശ്ശേരി കടപ്പുറം കാണിച്ചെടുക്ക. നീ ഇത്രയും വെയിറ്റ് ചെയ്തില്ലേ, ഇനി ഇതുകൂടി പുറത്ത് വന്നിട്ട് മക്കളെല്ലാം ആയിട്ട് നമുക്ക് ഒരുമിച്ച് പോവാം. എന്താ സോറിയൊന്നും ഉണ്ടാത്ത? ഒന്നുമില്ല, നിങ്ങൾ എന്റെ വയറൊഴിയെ നിന്ന് നോക്കിയിരുന്നു. ശാലി, ആ പ്ലേറ്റും പൈസയും എടുത്തോ. മുത്തു വന്നിട്ടുണ്ട്. നീ ആ പുയ്ത്തിയെല്ലാം മാറ്റിട്ട് നല്ല ഇട് മുത്തു. നിങ്ങളാ വർത്താനം കേട്ടാ തോന്നുന്നു ഞാൻ ഇങ്ങക്ക് തരുന്നെല്ലാം പുയ്ത്ത മത്തിയാന്ന്. പിന്നെയോ, നീ എപ്പം പുതിയ പുയ്യാപ്പിളേനെ കൊണ്ടെത്തി. ഈ മത്തിയല്ലേ പറ്റൂ, ഇടക്കല്ലേ ഈ അയക്കൂരെല്ലാം വാങ്ങി തിന്നെ. ഓരോ റഫീഖ് എത്തട്ടെ മുത്തു. അത് ശരി, നിക്കാഹല്ലേ? ഓനെ പേരുന്ന് ഞാൻ അല്ല, ഇതാരാ വന്നിനി? നീ എവിടെയും പോയിനി? ഉള്ള നല്ല മീനെല്ലാം തീർന്നല്ല. തുണി ആറിടാനുണ്ട്. അതെല്ലാം ഓളെ കൊണ്ട് ചെയ്യിക്കലല്ലേ. അതൊന്നും പറയാണ്ടിരിക്കാ നല്ലത്. ഞാൻ വാങ്ങട്ടെ. ആ രായമേച്ചി എന്തെല്ലാന്ന്? ഞാൻ ഇന്നലെ അല്ല ഓർന്നല കൊണ്ടാക്കിട്ട് ഓരോ വീട്ടിൽ പോയി. മക്കളുണ്ടായിരുന്നു കളിക്കുന്നേ. രാജമച്ചി നല്ല ഐഡിയ വന്നിട്ടുണ്ടേ. രാജമേച്ചി, ഞാൻ നിങ്ങളെ മോളെ ഭാഗത്ത് ഓളെ സ്ഥാനത്ത് ഞാനാണെങ്കിലും ഈ ചെയ്ത പോലെ ചെയ്യൂ. ഈ കുട്ടലുണ്ടാവുന്നത് ഉണ്ടാവാത്തത് നാട്ടുകാർക്ക് അറിഞ്ഞിട്ട് എന്താ കാര്യം? ആന്നെ വടക്കത്തിൽ ചെയ്യുന്നതിന് അങ്ങനെ തന്നെ വേണം. അല്ല, ഒരു കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ എത്രയായി? 1 കൊല്ലം ആകാനായി. ഇനി 1 കൊല്ലം കൊടുക്കറു, 1 കൊല്ലം തന്നെ ജാസ്തിയാ. ചെലപ്പോ ഓരെന്തെങ്കിലും പ്ലാനിങ്ങിലായിരിക്കും. ആന്ന് ഇപ്പോഴത്തെ പിള്ളേരെല്ലാം ഇങ്ങനെയാന്ന് മാറ്റി മാറ്റി വെക്കൂ, പിന്നെ അങ്ങോട്ടൊന്നും ഉണ്ടാവുകയില്ല. നമ്മൾ മുതിർന്നവരല്ലേ ഇതെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണ്ടേ അല്ലേ രാജമ്മേ? ഇന്നാ രാജമച്ചി ചോറ് വറക്കാനുണ്ട്. മാറ്റി മാറ്റി വെക്കൂ, പിന്നെ അങ്ങോട്ടൊന്നും ഉണ്ടാവുകയില്ല. നമ്മൾ മുതിർന്നവരല്ലേ ഇതെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണ്ടേ അല്ലേ രാജമ്മേ? മനുഷ്യന്മാരുടെ മുഖത്തൊക്കെ പറ്റട്ടെ, അറിയാൻ ഇനി ഒരാൾ ബാക്കിയില്ല. എല്ലാരും ഇത് തന്നെയാ പറഞ്ഞോണ്ടിരിക്കുന്നത്. ആട്ടാരം വീട്ടത്ത് ചായ ഒഴിച്ചാ ഒരു പറയാണ്ടിരിക്കുക. കുട്ടികൾ വേണ്ടാന്നുള്ള ചിന്തയേറ്റം ഉണ്ടെങ്കിലേ ദൈവം പൊറുക്കൂല. പറഞ്ഞില്ലെന്ന് വേണ്ട, ഇത് മനുഷ്യന്മാര് മാത്രം കൂട്ടിയാ കൂടുന്ന ഒന്നല്ല.
ദൈവം തരുമ്പോ മേടിച്ചില്ലെങ്കിലേ പിന്നെ വേണമെന്ന് വെച്ചാലും കിട്ടൂല. ഓർക്കണ്ട രണ്ടാളും. അമ്മേനെ അറിയുന്നല്ലേ, ഇതൊക്കെ നിന്റെ കാര്യമായിട്ട് എടുക്കുന്നത് വിട്ടുകളാ. അമ്മ എന്നാ പറഞ്ഞാൽ അമ്മന്റെ മോന് മനസ്സിലായിനാ? നമ്മളിതെല്ലാം അറിഞ്ഞോണ്ട് ചെയ്യുന്ന അമ്മ പറയുന്നു. നമ്മൾ മനസ്സിൽ പോലും വിചാരിക്കാത്ത കാര്യമല്ല നകുലോട്ട ഈ അമ്മ പറയുന്നത്. എന്താടി എൻ്റെ മോൻ്റെ ഒക്കെ വിശേഷമായാ? ഇല്ല. നല്ലോണം പ്രാർത്ഥിച്ചോ, പെട്ടെന്നാവും. മോൻ്റെ വിസ വന്നാ? ഇല്ല. നല്ലോണം പ്രാർത്ഥിച്ച വേഗം വരും. ഭഗവാനെ ഇവരൊക്കെ രക്ഷിക്കണേ ഭഗവാനെ. എടുത്താലടിക്കുമല്ലോട്ടാ. ഓ വേണ്ടെങ്കിൽ വേണ്ട, എനിക്കൊന്നും യോഗല്ല. ആ അല്ല ശോഭേച്ചി, നിങ്ങളെ മോന്റെ പിസ എപ്പ എങ്ങാനും വരുവാ? എപ്പം നോക്കുമ്പോ നിനക്ക് എന്നെ കാണുമ്പോ ഇതേ ചോദിക്കാനില്ലു. നിന്റെ എല്ലാം ചോദ്യം കൊണ്ട് ചക്കന് വീടിന്ന് പുറത്തിറങ്ങാൻ പറ്റാണ്ടായി. ചക്കന് വിസ വരും ചെയ്യും, അതിനില്ല വഴിപാട് നമ്മ നടത്തുന്നുണ്ട്. ഇനി വെറുതെ കൊക്കട്ടി പറിക്കാൻ നിക്കണ്ട. ഓന്റെ വിസ ഒന്നും വരാൻ പോകുന്നില്ല. പക്ഷെ നിങ്ങളെ വരെ എന്ത് വരുമെന്ന് വിസ? എനിക്കെന്തിനിപ്പ വിസ? അല്ല നിങ്ങക്ക് മുകളിലേക്ക് പോണ്ടേ? നീ എനിക്ക് വിസ ആക്കുന്നു? അടുത്ത ഭാവിലെ കറുത്ത കാക്കിയാ പോന്നെ. റഫീഖിന് നമ്മൾ ഉണ്ടാക്കുന്ന ഉണ്ണിയപ്പോന്ന് പറഞ്ഞാലേ ചെറുപ്പത്തിലേ വലിയ ഇഷ്ടാ. ഓൻ കൊല്ലം കൊല്ലം വരൂ. ഒരു കൊല്ലത്ത് കൂടുതൽ ഉമ്മാനെ കാണാണ്ടോ അവിടെ നിൽക്കാൻ കഴിയില്ല മോളെ. ഓനൊരു ഉമ്മ കുഞ്ഞാ. പക്ഷെങ്കിൽ കഴിഞ്ഞ കൊല്ലം പറഞ്ഞിട്ടില്ല കേട്ടാ. 1.5 കൊല്ലം കൂടുതൽ നിന്നാ 15 ദിവസത്തെ ലീവ് കൂടുതൽ കിട്ടുമല്ലോ. ഓൻ്റെ നിക്കാഹിനത് നല്ലല്ലേ, അതുകൊണ്ടാന്ന്. ഓൻ തിരിച്ചു പോകുമ്പോ എല്ലാരും എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറയും, ഒരു കൊല്ലമെന്ന് പറയുന്നു ദാന്നും പറഞ്ഞങ്ങ് പോവില്ലേന്ന്. എനക്കാണെങ്കിൽ ഈ വീട്ടിൽ ഒറ്റക്ക് നിൽക്കുമ്പോൾ ഒരു കൊല്ലം പോവാന്ന് പറഞ്ഞാൽ വലിയ പണിയാന്ന് മോളെ. ഓള് വന്നേന്ന് തോന്നുന്നു. മോള് പോയിക്കോ. ശരി. അവിടെ പണിയില്ല ഒതുങ്ങിയ? നിങ്ങളെ രണ്ടാളെ മേല് കഴിപ്പിച്ച? ഒരു വിളിച്ചിനാ? കുറച്ച് മുന്നേ വിളിച്ചിനി, എത്താനായി എന്നാ പറഞ്ഞ. ഈ പുഴുത്ത കുപ്പായവും കീറിയ പാൻറ്റും മാത്രമേ കിട്ടിയിട്ടുള്ളൂ റഫീക്കെ നാട്ടിൽ വരുമ്പോ ഇടാനി. വെറുതെ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാനായിട്ട്. വന്ന് കയറുമ്പോ തന്നെ നാറ്റിക്കലുമ്മ. ഇത് ഇത്താക്കാന്റെ ബെല്ലി വെല്ലയുടെ പുതിയ ഷർട്ടാ, പാൻറ്റും പുതിയ മോഡലാ. എന്തെങ്കിലും ആട്ട്. നാട്ടുകാർ മുമ്പിലും മക്കാറാവണ്ട്. നീ ഉള്ളിൽ കയറിയട്ടെ രാജമ്മേ. രാജമേച്ചി എന്തല്ല യാത്രയിലെ സുഖേന മോനെ? പിന്നെ അടിപൊളി. ആകെ കോലം കേട്ടല്ലോ. അതുണ്ടേ ഇനി നേരിട്ടില്ലാന്ന് വേണ്ട, അടക്ക് നമ്മുടെ ആള്. ഹലോ, ഹായ്, എന്തൊക്കെയുണ്ട് വിശേഷം? ഓളോടത് മാത്രം ചോദിക്കരു. ആ വിശേഷം പ്രശ്നമല്ലേ? അനക്കിന് തിരിച്ചു പോകുമ്പോ മോക്കും ഇതുപോലെ തന്നെ വേണ്ടേ? വേണം. അപ്പൊ ഇനി ചോദിക്കല്ലേ? ഇല്ല. ആത്തുണ്ട് വെച്ചോ. നല്ല നായികളെ റഫീഖേ, അന്നേരം ഓളെ കൈമ ചാലിയത്ത് എന്റെ ഭാഗ്യട്ടാ. സത്യം. അപ്പൊ നമ്മളെ നാട്ടിൽ ഇനി അത് ചോദിക്കാനേ പറ്റൂല. പ്രത്യേകിച്ച് കല്യാണം കഴിഞ്ഞവരോട് അവരേത് രീതിക്ക് എടുക്കാന്ന് പറയാൻ പറ്റില്ല.
നാട്ടിൽ വന്നിട്ട് ആളുകളെ കാണുമ്പോ വിശേഷം ചോദിക്കാൻ എങ്ങനെയാ? അല്ല റഫീഖെ, എനിക്കിതെന്തെല്ലാം ചോദിക്കാണ്ട്. ഹവാദിന്ന് ചോദിച്ചൂടെ? കൈഫാലക്കെന്ന് ചോദിച്ചൂടെ? ഒന്നുമില്ലേ നിനക്ക് സുഖല്ലേന്ന് ചോദിച്ചൂടെ? ചോദിക്കുന്നതിന്റെ ഒരു സുഖം ഉണ്ടല്ലോ. അതിനൊരു സുഖമുണ്ട്. ഭയങ്കര സുഖമാണ്. നിങ്ങൾ സമയം പോക്കാണ്ടേ ഇതാണ്ടടി. വേണ്ട സന്തോഷേ, ഹറാമാണ്. വെള്ളം ഒഴിക്കാണ്ട് അവിടെ വെച്ചാ. ഹലാലായിട്ടുള്ള ചിപ്സ് ഉണ്ടോ? മീൻ ചാപ്സ് ഉണ്ട്. ആ, അത് ഹലാലാണ്. ഇതെല്ലാം ഉണ്ടല്ല മോളിലിരിക്കുന്നവൻ പറഞ്ഞ് സെറ്റാക്കിയ കാര്യങ്ങളാ. ഇപ്പൊ എന്റെ കാര്യം തന്നെ എടുത്ത് നോക്ക്. ഞാനിപ്പൊ കെട്ടാൻ പോണ സീനത്തിന്റെ ഉപ്പാക്ക് ഒറ്റ നിർബന്ധമേ ഉള്ളൂ, ആളുടെ മോളെ ഡിഗ്രി കഴിഞ്ഞേ കെട്ടിക്കുള്ളൂ. എന്റെ മഹാഭാഗ്യത്തിന് ഓള് ഡിഗ്രിക്ക് തോറ്റ്. കഷ്ടകാലത്തിന് ഓളെങ്ങാനും ജയിച്ചിരുന്നെങ്കിൽ ഓളുടെ ഉപ്പ എന്താ പറയാ, ഡിഗ്രിക്കാരി മോളെ 10ാം ക്ലാസ് കുസ്തി കെട്ടിക്കൂല. അയാൾ പറയും അയാൾക്കയാളുടെ മോളെ ഭാവി നോക്കണല്ലോ. അത് നമ്മളും മനസ്സിലാക്കണല്ലോ. പോയിന്റ്. ഓളെ തോപ്പിച്ച അതേ പടച്ചോൻ ഇന്നെ ജയിപ്പിക്കും. എനിക്കൊരു കുഞ്ഞ് ജനിക്കും. ആ കുഞ്ഞിനെടുത്ത് ഈ ഇന്റെ ഓളും പോകുന്ന ഈ നാട്ടുകാർ മുഴുവൻ കാണും. എനിക്കതേ പറയാം. എന്താ ശുക്കൂറേ? അല്ലല്ലോ, എനിക്കിതൊന്നും വലിയ പ്രശ്നമായി തോന്നുന്നു. അല്ല, ഓളുടെ സ്റ്റാറ്റസ് എന്താ ഇപ്പോ? തലശ്ശേരി കടപ്പുറം. ഓളെ സ്ഥിരം വാട്സപ്പ് സ്റ്റാറ്റസ് അതല്ലേ? അതല്ലടോ, ഓള് റെസ്റ്റിലാണോ? റെസ്റ്റില 4ാമത്തെ. എന്നെ കൊണ്ട് ഇത് എങ്ങനെ സാധിക്കുന്ന ശുക്കൂറേ? എടാ, ഇതൊന്നും നമ്മളെ കയ്യിൽ നിൽക്കുന്ന കാര്യമൊന്നുമില്ല റഫീഖെ. ഇനി നേരത്തെ പറഞ്ഞ പോലെ എല്ലാം പടച്ചോന്റെ കളിയാ. പിന്നെ പടച്ചോന്റെ കളി കളിക്കാനുള്ള മുഴുവൻ കളിച്ചിട്ട് അത് പടച്ചോന്റെ താഴെയായിട്ട് കളിക്കാണ്ട് അടിക്കുന്നു. ഇതിന്റെ കുപ്പി കൊണ്ട് ഞാൻ പോവേ 2 ഗ്ലാസും 4 ആളും. ഇത് മാനേജ് ചെയ്യുന്ന പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമില്ല. സന്തോഷേ, ഈ എത്ര രൂപ അടിച്ചടാ കുപ്പിങ്ങന്ന്? പോയിക്കോ. ഹലോ, മോശം വന്നിട്ടേ നീ കുളിച്ചില്ല? കുളിക്കാണ്ടില്ല. സോപ്പ് തേച്ചില്ല? ആ, തേച്ചിന്. നിന്നോട് ആരും സോപ്പ് തേക്കാൻ പറഞ്ഞു? ഞാൻ കുളിക്കും സോപ്പ് തേക്കും. അതിന് പാരോളും ചോദിക്കണം. എടാ, പേഷ്യനിട്ട സോപ്പ് തേക്കരുത്, അതിന്റെ മൊത്തം കുണം പോകും. പ്രത്യേകിച്ച് പേള്. പിന്നെ അതിന്റെ മൊത്തം സോപ്പ് വെച്ച് പോണങ്ങാൻ നോക്കാം. മര്യാദക്ക് പണിയെടുക്കാൻ പറ്റും. വെറുതെ ആ സോപ്പിന് കുട്ടി അതുണ്ടല്ല, ഞാൻ കുറച്ച് സാധനം വേണ്ട. ബിരിയാണി ബിരിയാണി കൊടുക്കണ്ട. ആ, താനും പോ. ഞാൻ റെഡിയേ, പോവാ. നകുലേട്ടാ, യെസ്, ഞാൻ വരണ. വരണോന്നാ? തമാശ കളിക്കല്ലേ? ബാ പോവാ. തൊട്ടപ്പുറത്ത് അല്ലാണ്ടായിട്ട് പോയില്ലെന്ന് വെച്ചാൽ മോശമല്ലേ? എല്ലാരും അതിനെ ചോദിക്കും നകുലേട്ടാ. ഈ ആരെ പേടിക്കുന്നത്? നാട്ടുകാരെയാ? ഒരു കാര്യം ചെയ്യ്, 1 ഗ്ലാസ് ചായ എടുത്തും കൈ പിടിച്ചു. ആരിക്കാ വിശേഷം അറിയണ്ടേന്ന് അറിയണോലാ. എന്തൊന്നും നകുലേട്ടാ? എടി, ആരും ഒന്നും ചോദിക്കൂല. എന്റെ കൂടെ തന്നെ ഞാൻ ഉണ്ടാവും. ഓക്കെ അല്ലേ? ഓക്കെ ആണ്. ബാ ബാ. ശാലിനി, എന്തൊക്കെയുണ്ട് വിശേഷം? ഉണ്ടെങ്കിൽ കൊണ്ട് ഈ ബിരിയാണി കൊടുക്കണം. നീ വന്നേ, ഇപ്പൊ കുളിച്ചിട്ട് വരാന്നുണ്ട്. അപ്പുറത്തുനിന്ന് വിളമ്പാൻ ആളില്ല. വന്നേ. ശാലിനി, ഇവരെ നോക്കണ്ടേ? വന്നേ, പറയട്ടെ. എടാ, ആ 2 സൈഡിലും, ആ റൈറ്റ് സൈഡിൽ ഉള്ളിൽ വെച്ചിട്ടുണ്ട്, അൽമാരയിൽ ഇട്ട് വെക്കണേ. ആ മോളെ ശാലിനി, നബീസും അടുക്കളയിൽ ചായ വെക്കുന്നുണ്ട്, സഹായിക്കട്ടെ. അച്ഛൻ വലിയ കുഴപ്പമില്ല. എടുത്തോട്ടെ. കരയൊന്നറിയില്ല. ഒരു കുഞ്ഞ് വീട്ടിലുണ്ടായാ പിന്നെ സമയം പോന്നേ അറിയൂല രാജമ്മേ. സെക്യൂരിറ്റി ഉണ്ടല്ലോ. ഒരു കാര്യം പറയണ്ട്. മോനെ സാധനം തീർന്നു. ഇപ്പം വരാട്ടോ ജിത്തു. ജിത്തു, നീ ഒന്നും വന്നേ. എടാ, ഇനി എനിക്കൊരു പോരം ചെയ്യോ? എന്റെ സുമേച്ചി, ഓന്റെ ഓള് പ്രസവം നിർത്തണേ ഓൻ തന്നെ വിചാരിക്കണം. നമ്മള് സ്കൂളിൽ കുടുംബാസൂത്രണത്തിന്റെ ഒരു ക്ലാസ് ഉണ്ട്. ഈ മാസം ലാസ്റ്റ് ആണ്. നീ എന്തെങ്കിലും പറഞ്ഞിട്ട് എങ്ങനെങ്കിലും അവനവിടെ ക്ലാസ്സിൽ കൊണ്ട് പിടിച്ചിരുത്ത്. ക്ലാസ് കഴിഞ്ഞ് ഓൻ്റെ വീട്ടിലേക്ക് തന്നെയല്ലേ പോണ്ട്. ഇന്ന് കുറച്ച് ബിരിയാണി ആക്കി. ആ ബിരിയാണി റൈസ്.
കേട്ടോ കുറച്ച് തണുത്തോളം കൊണ്ടുവരണേ. അല്ലട നഗള എനിക്ക് കുട്ടികളൊന്നും ആയിട്ടില്ലേ? ഇല്ല. അതിനാവത്ത അപ്പൊ കുഴപ്പം ഓൾക്ക അല്ല എനിക്കോ? രണ്ടാക്കില്ല കുഴപ്പം, വീട്ടിൽ കുഴപ്പം നിങ്ങളാ. വിട്ടോ വിട്ടോ. അല്ലാ കഴിച്ചിട്ടില്ല. അയ്യോ കഴിച്ചില്ല, എന്നാ കഴിക്കണ്ട വിട്ടോ. പിന്നെ എന്റെ കഴിച്ചിട്ടാണ് എനിക്ക്. ഇവനെന്താ ചങ്കു തിന്ന? എടാ ഈ മിസ്റ്റിക്കിനെ കാരട കല്യാണം വിളിക്കുന്നേ? ഇതിനേക്ക് വിളിച്ചിട്ടാണ് വരുന്നത്. മായി മൊത്തം ഡ്യൂപ്ലിക്കേറ്റാ. മാഹി മൊത്തം ഡ്യൂപ്ലിക്കേറ്റ് എന്നിട്ട് മേലെ കാത്തുപ്പണിയൊക്കെ. ശാലി ഒന്ന് പിടിച്ചേ. തായിലല്ലേ ഞാൻ കൊടുത്തയാന്നേ, ഇനി മുകളിലേ കൊടുക്കാനുള്ളൂ. ഒന്ന് കൊടുക്കണേ. ആ ശാലിനി, ശാന്തമായിക്കോ ചായ കൊടുത്തേ. കത്തി അടിച്ച് തൊണ്ട പണിയായിട്ടുണ്ടാവും. എനക്കൊന്നും വേണ്ട എന്റെ ചായ. ആരാണോ ഈ പിരാതത്തിന്റെ അടുത്തൊക്കെ ചായ കൊടുത്തയച്ചിന്? ഇത് ഞാൻ ചെയ്യാം. ചായ എടുക്കുന്നില്ലേ? ഇല്ല, നീ കൊടുത്തു. ശാലി ആ പാലം നോക്കണേ. ആ ശാലിനി, ആ ഈ ആളുകളുടെ കുഞ്ഞിന് എങ്ങനെ പാല് കൊടുക്കാനാ? പാവേ ചേച്ചി ഇവിടെ ഇരുന്നോ? ആ ശാലിനി, ഒന്ന് കുഞ്ഞിനെ പിടിക്കോ? എന്റെ സാരി മൊത്തം ചാറലായിട്ടുണ്ട്, ഞാൻ കഴുകിയിട്ടേ. കുഞ്ഞിനും തന്നിട്ട് ഓളോടെ പോയേ? ബാത്റൂമിൽ പോയിനി. പരാതവളയമ്മ കുഞ്ഞിനെ കൊടുത്താല് കുഞ്ഞിക്ക് കേടാന്ന്, കണ്ണ് തട്ടു. നിനക്കങ്ങനെ പേടിയുണ്ടെങ്കിൽ വീട്ടിൽ കൊണ്ടുപോയി ഒഴിഞ്ഞിട്ടാൽ മതി, കണ്ണ് കെട്ടില്ല. നീ ഒന്നും കഴിച്ചില്ലല്ലോ? ഷുക്കൂറിൻ്റെ ഉള്ള അവിടെ നിന്ന് ചായ കുടിക്കട്ടെ. അങ്ങോട്ട് വയ്ക്കോ. ഇക്ക പറയലുണ്ട് നിങ്ങളെ കാര്യമല്ലോ. ആൾക്കാർ പറയുന്നൊന്നും കാര്യമാക്കണ്ടപ്പാ, അതിൽ അസൂയ കൊണ്ട് പറയുന്നല്ലേ. ഇപ്പം അല്ലെങ്കിൽ കടിച്ചു വിളിക്കാൻ പറ്റൂ. കുഞ്ഞുങ്ങളായ ഒന്നും നടക്കൂല, പിന്നെ ഈറ്റിങ്ങളെ നോക്കാനേ നേരം ഉണ്ടാവുള്ളൂ. ഇരട്ടപ്പഴാ, ഇനി അതും തിന്നിട്ട് ഇരട്ട പറ്റി വേണം നിന്റെ വാപ്പാന്റെ വായിന്ന് കേൾക്കാൻ. ആ അത് ശാലിനിക്ക് തന്നെ കൊടുക്ക്, ഒക്കെ അതിന്റെ ആവശ്യം. അതന്നെ, ഇരട്ടയില്ലെങ്കിലും ഒന്നെങ്കിലും ആവട്ടെ. അല്ല ഇങ്ങനത്തിന് ഓളെ വെറുതെ മക്കാറാക്കുന്നിങ്ങനെ. ഓള് പറഞ്ഞ നേരാകുമ്പോൾ ഓള് പെറും അല്ലേ മോളെ? എന്തെവിടെ ഇരിക്കുന്നത്? എനിക്കെന്താ പറ്റിയേ? നകുലേട്ടാ, ഇനി എന്നെ ഒരു പരിപാടിക്കും എഴുന്നള്ളിക്കാൻ നോക്കണ്ട, ഞാൻ വരില്ല. എടി എന്താ ഉണ്ടായെന്ന് പറ. എന്താ ഉണ്ടായെന്ന് നിങ്ങൾക്ക് അറിയൂല? എന്തേ ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാ? നിങ്ങളോടില്ലേ, നിങ്ങളോടൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല. എടി ആൾക്കാർ ചോദിച്ചാൽ നീ എന്തിനാ ശ്രദ്ധിക്കാൻ നിൽക്കുന്നത്? നിനക്ക് കൊള്ളൂന്ന് അറിയുന്നുണ്ടല്ലോ ഒരു പിന്നെ പിന്നെ ചോദിച്ചോണ്ടിരിക്കുന്നത്. അതങ്ങ് മനസ്സിലാക്കിയ പോരെ. ഓ, അപ്പൊ ഞാൻ മനസ്സിലാക്കാതാന്നല്ലേ പ്രശ്നം? നിങ്ങൾക്ക് പിന്നെ ഇതൊന്നും അറിയേണ്ട കാര്യമില്ലല്ലോ.
എന്നാടാക്കിട്ട് നിങ്ങൾ നിങ്ങളെ പാട്ടിന് പോയില്ലേ? എടി എനിക്കവിടെ പണിയുണ്ടായിട്ടല്ലേ. നിങ്ങൾ നിങ്ങളുടെ പണിയും നോക്കിട്ട് നടന്നു. അവിടെ ബാക്കിയുള്ളവർ വായിലിരിക്കുന്ന എല്ലാം കേട്ടത് ഞാൻ തന്നെയല്ലേ. അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യണ്ട? പറഞ്ഞോടത്തല്ലേ ഞാൻ തിരിച്ചെന്ന് പോയി പറയണോ? വേണ്ട, നിങ്ങളൊന്നും പറയാൻ നിൽക്കണ്ട. നിങ്ങളില്ലേ ഒരു കാര്യം ചെയ്, എന്നെ എൻ്റെ വീട്ടിൽ കൊണ്ടാക്ക്. എന്നിട്ട് നിങ്ങൾ ആരാന്ന് വെച്ചാൽ കെട്ടിക്കോ. എനിക്ക് മടുത്തു. നീ ഏട്ടൻ ഉണ്ടാക്കി വെച്ചല്ലേ. എന്താ ചേച്ചി, എനിക്ക് മടുത്തു. അമ്മേ, ചായ. അതിനെന്തിനാ എന്നോട് ചോദിക്കുന്നത്? ഓളല്ലേ അവിടെ ചായ വെച്ചത്? നിങ്ങൾ അമ്മ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാ? ഈ എന്നെ കൊടുത്താൽ മതി. വിട്ടുകളാം. ഇരിക്ക്. നാട്ടുകാർ പറയുന്നത് കേട്ടിട്ട് നിങ്ങളെന്തിനാ വെറുതെ? നമുക്ക് കുഞ്ഞൊന്നും വിധിച്ചിട്ടില്ല എന്ന് വിചാരിച്ചാൽ മതി. എനിക്ക് മടുത്തടാ. വീട്ടിലാണെങ്കിൽ കയറാനും തോന്നുന്നില്ല. ഇപ്പൊ എന്റെ പ്രശ്നം എന്താ? പുതിയതൊന്നല്ല, പഴയ തന്നെ. നാട്ടുകാർ ചോദിക്കുന്നതിന് കണക്കായിട്ട് ഓള് കരഞ്ഞങ്ങ് വലിക്കും. അമ്മയാണെങ്കിൽ അതിനപ്പുറം. രണ്ടിനിടയിൽ കിടന്ന് എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നു. നാട്ടുകാർക്ക് മിസ്റ്റേക്കാടാ. ഈനൊരു ചാർട്ടുണ്ട്, ഈ അത് കണ്ടില്ല? ചാർട്ടാ? എന്ത് ചാർട്ട്? എടാ, ഈ പെണ്ണുങ്ങൾക്ക് ഗർഭമാവുന്നതും ആവാത്തതുമായിട്ടുള്ള ദിവസങ്ങളുണ്ട്. അതിനൊരു ചാർട്ടും ഉണ്ട്. അതായത് അല്ല, ഇതിന്റെ അകത്ത് ആകെ 28 ദിവസമല്ലേ ഉള്ളൂ. അപ്പൊ ഫെബ്രുവരിയിലേ നടക്കൂ. എന്തിനാണ് സന്തോഷേ? അല്ല, ഇനി ഇങ്ങനത്തെ സെറ്റപ്പ് എല്ലാം ഉണ്ട്. പിന്നെ അടിപൊളി. ഗൾഫിൽ നമ്മൾ ചെങ്ങായിയാണ് ഇത് കാണിച്ചു തന്നെ. ഇനി കുറച്ച് ദിവസമല്ലേ ഉള്ളൂ നാട്ടില്. പെട്ടെന്ന് പിടിക്കാൻ എന്താ ചെയ്യണ്ടെന്ന് വെച്ചപ്പോ നെറ്റിന്ന് എടുത്തു തന്നത്. ദാ ഇതിൽ ചുവന്ന കളറിൽ കാണിക്കുന്ന കണ്ട, ഈ ദിവസങ്ങളിൽ പിടിക്കാൻ ചാൻസ് കൂടുതലാ. ഈ ചോപ്പിൽ തന്നെ 14-ാമത്തെ ദിവസം കട്ടിച്ചോപ്പ് കാണിക്കുന്ന കണ്ട, ഈ ദിവസം നഗല ഫുൾ സയൻസാ. ഇനി ആദ്യം ഓൾഡ് ഡേറ്റ് കൃത്യം ചോദിച്ച് മനസ്സിലാക്കാൻ നോക്ക്. എന്നിട്ട് പ്ലാൻ ചെയ്ത് കാര്യങ്ങൾ നീക്കാൻ മോനെ. ഇന്റെ പ്രശ്നം സോൾവ്. അയ്യോ ശുക്രേ, എനക്കോ ഇക്കട്ടെ, ഗുണമുള്ള കാര്യമാണ്. എടാ, നീ ആ ചാർട്ടില് പച്ചക്കളറിൽ കാണിക്കുന്നത് കണ്ട? സേഫ് പീരീഡ് എന്ന് എഴുതിയിട്ടുണ്ടോ? ആ പീരീഡിൽ പിടിച്ച 3 ഇപ്പം വീട്ടിൽ തേരാപ്പല നടക്കുന്നത്. ഇപ്പോളായിട്ടുള്ളതും പച്ച. നീ റെയർ പീസല്ലടാ. റെഡ് ആറിട്ട് ശുക്കൂർ. ശുക്രേ, ഈ ആ ചാട്ട എൻ്റെ കഴിച്ചാട്ടെ, ഓക്കൊന്ന് കാണിച്ചു കൊടുക്കാല. സെന്റ് 18, 2, 20. ഈ ചാർട്ടിൽ പറയുന്ന പോലെയാണെങ്കിൽ 21-നാണ് ഡേറ്റ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഇനി 4 ദിവസം കൂടി റിമൈൻഡറിലിടാം. ചിലപ്പോൾ മറന്നുപോയല്ല. അല്ലപ്പാ, എന്തെന്നും പറഞ്ഞിടും. നമുക്കേ
കൺമണി നിട്ടാലോ? ഇത് മതി. അപ്പൊ അതുവരെ റെസ്റ്റ്. നകുലേട്ടാ, ഈ ചാർട്ടിൽ പറയുന്നതെല്ലാം കറക്റ്റ് ആയിരിക്കോ? മോളെ ഫുൾ സൈറ്റ്സാ. അതെ, ഇതിവിടെ ഇരിക്കട്ടെ, ഇല്ലെങ്കിലേ സയൻസ് തോക്കും. സയൻസ് തോക്കണം എനിക്കിഷ്ടമല്ല. നാണം മെല്ലെ മെല്ലെ മാറ്റി നീ എൻ കൂടെ നിൽക്കണേ. ആ ചോദ്യം കേട്ടറിഞ്ഞു കുഞ്ഞുവാവ കയ്യിലെത്തിടും. സ്നേഹം കണ്ടറിഞ്ഞു തന്ന നീയും കൊഞ്ചമെങ്കിലോ ഈ ദാഹം കെട്ടടങ്ങി നമ്മൾ മൂന്നായി പുഞ്ചിരിച്ചിടും. ഉത്തരത്തിലാടും തൊട്ടിലൊന്ന് കൈകാലടിച്ച് കണ്ണിട്ടും എന്റെ പുങ്കുരുന്ന്. അച്ഛനൊപ്പം കൊച്ചു പിച്ച വെച്ചിടാൻ പോരില്ലേ മുത്ത്. ചങ്കിലുള്ള സ്വാധീനതെന്നും പൂനാവിലിട്ടും മാർച്ചോടറിഞ്ഞ് ചലുറങ്ങും. എന്റെ ചുണ്ടിലുള്ള മുത്തമൊക്കെ അക്കവിൾ കവർന്നിടാൻ പിണങ്ങിടല്ലേ നീ. പാട്ട് വേണം താരാട്ടുവാൻ, ചാഞ്ചാടിടും പാവ വേണം കൂട്ടായിടാൻ. പാട്ട് വേണം താരാട്ടുവാൻ, ചാഞ്ചാടിടും പാവ വേണം കൂട്ടായിടാൻ. മേഘത്തിൻ പിന്നിൽ നിന്നും നോക്കിയിടും തിങ്കൾ കണ്ണേ, വാതിൽക്കൽ വന്നിടാതെ മാറിപ്പോവേണേ. ആരാരും കാണില്ലെന്നേ നാണിക്കല്ലേ, ഞാനിന്നോ നിന്നിൽ പെയ്യാൻ നേരം കാത്തേ നിൽക്കുന്നു. ഉത്തരത്തിലാടും തൊട്ടിലൊന്ന് കൈകാലടിച്ച് കണ്ണിട്ടും എന്റെ പൊങ്കുരുന്ന്. അച്ഛനൊപ്പം കൊച്ചു പിച്ച വെച്ചിടാൻ പോരില്ലേ മുത്ത്. ചങ്കിലുള്ള സ്വാധീനതെന്നും പൂനാവിലിട്ടും മാർച്ചോടറിഞ്ഞ് ചലുറങ്ങും. എന്റെ ചുണ്ടിലുള്ള മുത്തമൊക്കെ അക്കവിൾ കവർന്നിടാൻ പിണങ്ങിടല്ലേ നീ. അമ്മ ഈന്തപ്പഴം ഇപ്പൊ എവിടെ വെച്ചിനി തിന്നാൻ? അല്ലാണ്ട് എന്തിന്? അറ്റത്ത് ഷെൽഫിലുണ്ട്, എടുത്ത് അടച്ചു വെക്കണേ. അമ്മക്ക് ഡൗട്ട് അടിച്ചിട്ടുണ്ടാവൂലല്ലോ അല്ലേ? ഏയ്, ഓവർ ആക്ടിങ് ആയതുകൊണ്ട് തീരെ അടിച്ചിട്ടുണ്ടാവില്ല. ആണോ? ലൈറ്റ് വാങ്ങട്ടെ. വേണം.
എന്നാ പ്രാർത്ഥിച്ചേക്കാം. എന്റെ അയ്യപ്പ, അല്ലല്ലല്ല, എന്റെ കൃഷ്ണ, സോറി അയ്യപ്പ. റിമൈൻഡറാ. ഓവണ്ടായിരുന്നു. രാജമ്മേ എന്തേലും എന്തേലും കുറച്ച് ലഡുവാന്ന്. ലഡുവാ? ഞമ്മളെ റഫീഖിൻ്റെ ഒക്കെ വിശേഷാന്ന്. കാര്യം നിക്കാ കഴിഞ്ഞിട്ട് ഒരു മാസേ ആയിനുള്ളൂ. അല്ല കാത്ത്. രാജമ്മേ, ഞമ്മക്കറിയുന്നൊരു മുക്രിയുണ്ട്. ഓരോദിയ ചരട് കെട്ടിയാ വയറ്റിലുണ്ടാവും. അതെ. ആ, ഞമ്മളെ പെങ്ങൾ ആയിഷന്റെ മോള് സുൽഫത്ത് ഓക്കെങ്ങനെ വയറ്റിലുണ്ടായിനി? ഓരോദിയ ചരട് കെട്ടിയിട്ടല്ലേ. ഓനോടും ഓളോടും പറ, ഒരീസം അയാളെ പോയിട്ട് കാണാൻ. നീ വിഷമിക്കല്ലപ്പാ, ഞമ്മള് വരുന്നേ. ഹായ്, എന്തെന്നാ അത്? ലഡുവാ? ഫാത്തിമ എന്നാ റഫീഖിനൊക്കെ വിശേഷമായി. ഫാത്തിമയ്ക്ക് ഒരു മുക്രി അറിയാൻ പോലും. എന്തേനു, നിങ്ങൾക്ക് മതം മാറാൻ വല്ല പ്ലാൻ ഉണ്ടോ? അയാള് ചരടേപ്പിച്ചെന്നാ കുഞ്ഞിണ്ടാവുന്ന ഫാത്തിമ പറയുന്നത്. നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ? ആടുന്ന് ഇടുന്ന് കേട്ടാൽ ഇവിടെ നോളമ്പാനായിട്ട്. അതല്ലടാ, നിനക്ക് ആ സുൽഫത്തിനെ അറിയില്ലേ, ആയിഷന്റെ മോള്? ഓക്ക് കുഞ്ഞിണ്ടായത് ഇയാള് ജപിച്ചു കൊടുത്ത ചരട് കെട്ടിട്ടാന്ന്. ആ മുക്രീനെ സുൽഫത്തിന് ചരടി കൊടുത്തു. എന്ത് പറഞ്ഞാലും തർക്കത്തില് നമ്മളെന്താന്ന് വെച്ചാ ചെയ്യും. അമ്മേ, അമ്മേ, ഇനി ചരടൊന്നും കെട്ടേണ്ടി വരില്ല കേട്ടാ. എൻ്റെ പീരീഡ്സ് എത്തിയിട്ട് 5 ദിവസമായി. എന്റെ കൃഷ്ണ, എല്ലാം നല്ല വിധത്തിലായ വെളിച്ചെണ്ണ കത്തിക്കാമേ. എടാ, 5 ദിവസം കൊണ്ട് സംഗതി ഉറപ്പിക്കാൻ പറ്റില്ല. ഈ ഒരു 10 ദിവസം കഴിഞ്ഞ് ടെസ്റ്റ് ചെയ്താൽ മതി. 5 ദിവസമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നിൽക്കൂ. ആണല്ലേ? ആ, ഈ ഗർഭ വിഷയത്തിൽ എനിക്ക് ഇത്ര എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് ആയിക്കോളൂ. എന്തായാലും എന്റെ അത്ര എക്സ്പീരിയൻസ് ഒന്നും എനിക്ക് വേണ്ട. ഇത് തന്നെ എങ്ങനെയല്ല ആയ മതി. ഇപ്പൊ എടാ, ആദ്യമൊക്കെ ആവോ എന്നുള്ള പേടിയാ ഉണ്ടാകുക. ഒന്നായി കഴിഞ്ഞാലല്ലോ പിന്നെ ആയി പോവോ എന്നുള്ള പേടിയാ ഉണ്ടാകുക. ഇതൊന്നും നമ്മളെ കയ്യിൽ നിൽക്കുന്ന കാര്യമില്ല മോനെ. ഒരു രണ്ടാളും പറയുന്നത് 10 ദിവസം കഴിഞ്ഞാലേ ഉറപ്പിക്കാൻ പറ്റും. പക്ഷെ എനിക്ക് ഉറപ്പാണ്. എന്റെ വിളി തിരുവമ്പാടി കൃഷ്ണൻ കേട്ട്. നല്ലോണം ശ്രദ്ധിക്കേണ്ട സമയാ ഇപ്പൊ. കുറച്ച് സോളെ കൊണ്ട് പണിയൊന്നും എടുപ്പിക്കണ്ടാട്ടാ, അല്ലേ? അതന്നെ. അപ്പുറത്തെ വീട്ടിലെ സുലോചനരെ 2 പ്രാവശ്യമല്ലേ അലസിപ്പോയത്, നേരാമണ്ണം നോക്കാഞ്ഞിട്ട്. ഞാനങ്ങോട്ട് ചെല്ലട്ടെ. ഓളെന്തെങ്കിലും എടുത്ത് ചെയ്യുന്നുണ്ടെങ്കിലാ നീ പോയിക്കോ. മോളെ, നീ ഒന്നും ചെയ്യട്ടെ, ഞാൻ ചെയ്തോളാം. അയ്യോ അമ്മ, ഞാൻ ചെയ്തോളാം. വേണ്ട, ഈ സമയം നല്ലോണം റെസ്റ്റ് എടുക്കണം. പോയി കിടന്നോ, പോയി കിടന്നോ. മോളെ, ഒന്നും കഴിച്ചില്ലല്ലോ. നീ ഇത് കുടിക്കേ. അമ്മ ഇപ്പൊ വേണ്ടമ്മേ. ഇത് കുടിക്കേ, ക്ഷീണം ഉണ്ടാവും. എന്താ പറ്റി മോളെ? ഒന്നുമില്ലമ്മേ, ഞാൻ മൂത്രച്ചാന്ന്. എന്റെ കൃഷ്ണ,
നല്ലോണം കിട്ടിയ കുഞ്ഞിനെ കൊണ്ട് അരിയിലെഴുതിക്കാവേ. എനിക്കെന്താ ക്ഷീണം എന്തെങ്കിലും ഉണ്ടോ? എനിക്കിവിടെ ഒന്ന് ബോറടിക്കുന്നുണ്ടെങ്കിൽ ടെസ്റ്റ് കഴിഞ്ഞ് കുറച്ച് ദിവസം എൻ്റെ വീട്ടിൽ പോയി നിന്നോ. എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇനിയിപ്പോ എന്ത് പറഞ്ഞാലും ഞാൻ കേൾക്കും. പറഞ്ഞോ. എനിക്കൊന്ന് പീരിയഡ്സ് ആയി. അമ്മേ, നകുലേട്ട എണീച്ചേ. നകുലേട്ടൻ ഒന്ന് എണീക്ക, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്തെന്നാ നിന്റെ പ്രശ്നം? നകുലേട്ടൻ ഒന്ന് എണീക്കുന്നുണ്ടോ? പറ. അമ്മ എന്നോട് മിണ്ടുന്നില്ല. മിണ്ടുന്നില്ലേ? നകുലേട്ട ഇങ്ങനെയാന്ന് കാര്യങ്ങൾ പോക്കെങ്കിൽ എനിക്കിടെ നിൽക്കാൻ പറ്റൂലേ? അതല്ല എനിക്കത് തോന്നാന്ന്. കുഞ്ഞുങ്ങളുണ്ടാവത്തേന് ദേശം അല്ലെങ്കിൽ എപ്പോഴും കെട്ടിക്കൊണ്ടുവന്ന പെണ്ണിനോട് എന്റെ തീർക്കല്. അത് ഇവിടുത്തെ മാത്രമല്ല, എല്ലായിടത്തും അവസ്ഥ തന്നെ. ഇന്നലെ നകുലേട്ടൻ എന്നോട് ഒന്നും മിണ്ടാണ്ടാ പോയി കിടന്നുറങ്ങിയത്. നിങ്ങളെപ്പോലെ എനിക്കും ആഗ്രഹം ഉണ്ടാവില്ല ഒരു കുഞ്ഞിനെ കാണുന്നു. എടി, ഞാൻ അങ്ങനൊന്നും ഉദ്ദേശിച്ചല്ല. ഞാൻ കുറെ ആലോചിച്ചു നകുലേട്ട, നമുക്കൊരു ഡോക്ടറെ കാണണം. ഡോക്ടറെ കാണിക്കുന്നതൊക്കെ നല്ല കാര്യമാണ്. ആരെ കാണിക്കുക? ഇവളുടെ ഒരു കൂട്ടുകാരുണ്ട് കണ്ണൂര്. ഓരോ കല്യാണം കഴിഞ്ഞിട്ട് 3-4 വർഷം അതിന് പോലും. ഓക്ക് കുറെ നാള് ട്രീറ്റ്മെന്റ് ഉണ്ടായിന്നാ പറഞ്ഞത്. ഓള് ഫേസ്ബുക്കിൽ കുഞ്ഞിന്റെ ഫോട്ടോ ഇട്ട് കണ്ടിനമ്മേ. ഓരെ കാണാൻ പോയില്ലെന്ന് ആലോചിക്കുന്ന. അതിനെന്താ ഇത്ര ആലോചിക്കാനുള്ള? നിങ്ങൾ വിട്ടു. അങ്ങനെയാണെങ്കിൽ ഇനി ഒന്ന് ഓളെ വിളിച്ചോക്ക്. പിന്നെ നിങ്ങൾ പോകുമ്പോ കുഞ്ഞിക്ക് എന്തെങ്കിലും വാങ്ങിച്ചോട്ടോ. ഇതന്നല്ലേ? അച്ഛനേടാ? നമസ്കാരം. ഹായ് സ്റ്റീഫൻ. നിങ്ങളെ കുറിച്ച് എപ്പോഴും പറയാറുണ്ട്. നീ മംഗളത്തിന് ക്ഷണിക്കാത്തതിനെ പറ്റിയാ കൂടുതൽ പറയല്. നിന്റെ വീട്ടിൽ വിളിച്ചിട്ടല്ലോ. വീട്ടിൽ വിളിച്ചിട്ട് കാര്യമുണ്ടോ? നമ്മളവിടെ കേറ്റുവാ. അല്ല കുഞ്ഞെടുത്തു. നമ്മുടെ ഇടയിൽ തന്നെ കുറെ പേര് ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നുണ്ട്. ആ ഒരു മാർക്കറ്റ് യൂസ് ചെയ്യാൻ വേണ്ടി എല്ലാ മുക്കിലും മൂലയിലും ഇൻഫെർട്ടിലിറ്റി സെന്റേഴ്സ് മുളച്ചു വരുന്നുണ്ട്. അവിടെയൊക്കെ ഒന്ന് പോയി നോക്കിയാൽ മതി എത്ര പേരാ ഒരു കുഞ്ഞിന് വേണ്ടി കഷ്ടപ്പെടുന്നത്. എല്ലാ ഹോപ്പും നഷ്ടപ്പെട്ട് നിൽക്കുന്ന സമയത്താണ് പേപ്പറിൽ നിന്ന് ഗവൺമെന്റിന്റെ അമ്മയും കുഞ്ഞും പദ്ധതിയെക്കുറിച്ച് ഞങ്ങൾ അറിഞ്ഞു. അവിടം വരെ ഒന്ന് പോയി അന്വേഷിച്ച് നോക്കാന്ന് വെച്ചു. വർക്കൗട്ട് ആവുന്ന കണ്ടപ്പോൾ ഞങ്ങളതങ്ങ് ട്രൈ ചെയ്തു. ആടെ പോയതിനേശാ നമുക്ക് ഇവനെ കിട്ടിയേ. അവിടെ ഒരു രാജീവ് ഡോക്ടറുണ്ട്, നല്ല ഡോക്ടറാണ്.
പേടിക്കൊന്നും വേണ്ട. കൗണ്ട് കണ്ട വളർച്ചയ്ക്ക് നോർമലായിട്ടുണ്ട്. എത്ര മെഡിസിൻ എടുക്കാനും ഞങ്ങൾ തയ്യാറാണ് ഡോക്ടറെ. ഒരു കുഞ്ഞിക്കാല് കാണുന്ന പ്രാർത്ഥനയുള്ളൂ ഞങ്ങൾക്ക് രണ്ടുപേരും, അല്ലേ? നിങ്ങളുടെ പ്രാർത്ഥന പഠിച്ചവൻ കേൾക്കുന്നുണ്ട്. അതുകൊണ്ടല്ലേ റിസൾട്ട് ഇത്ര പോസിറ്റീവ് ആയത്. ഇനി എന്താ വേണ്ടേ? ഇന്നധികം തിരക്കില്ലാന്ന് തോന്നുന്നു. ചെലവുണ്ട് കേട്ടോ. അതിനല്ലേ വന്നത്. പോയി കണ്ടിട്ട് വാ. ആ ഇനി അടുത്ത മാസം കാണാം. ശരി, ഓക്കെ. ശരി. നിങ്ങളെല്ലാം ഇപ്പൊ കല്യാണം കഴിച്ചിട്ട് 4-5 കൊല്ലമായിട്ടുള്ളൂ. ആ പോയ ആൾക്കാരില്ലേ 20 വർഷമായി ഒരു കുഞ്ഞിക്കാര് കാണാൻ വേണ്ടി കാത്തിക്കുന്നു. 1.5 വർഷമല്ലേ ആയിട്ടുള്ളൂ. ഇപ്പോഴേ ഇത്രയും പേടിക്കണോ? അല്ല, നാട്ടുകാരുടെ ചോദ്യം സഹിക്കാൻ പറ്റാണ്ട്. അപ്പോ കുട്ടി ആർക്കാ വേണ്ടത്? നാട്ടുകാർക്കോ അതോ നിങ്ങൾക്കോ? നമുക്ക് തന്നെ. ആ ആണല്ലോ, ഉറപ്പിച്ചോ? നാട്ടുകാരുടെ വായടപ്പിക്കാനുള്ള മരുന്നൊന്നും ഹോമിയോയിലില്ല. പിന്നെ നിങ്ങൾക്കൊരു കുട്ടിയാണ് ആവശ്യമെങ്കിൽ അതിന് നല്ല മധുരമുള്ള ഗുളിക ഞാൻ തരും. നാട്ടുകാരുടെ പ്രശ്നോർത്ത് ഓവലേഷൻ ചാർട്ട് നോക്കി ഒരു കുട്ടിക്ക് വേണ്ടി മാത്രം ലൈംഗികമായി ബന്ധപ്പെട്ട ഒരു കാര്യവുമില്ല. ഇതൊക്കെ വളരെ നാച്ചുറലായിട്ട് നടക്കണം. എടോ, അതിൻ്റെ ഒരു രീതിക്ക് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ആ അപ്പൊ പിന്നെ നമുക്ക് ട്രീറ്റ്മെന്റിലേക്ക് കിടക്കാം അല്ലേ? ഞാൻ ഫസ്റ്റ് എഴുതരുന്ന മെഡിസിൻ എന്താണെന്നറിയോ? ഒളിച്ചോട്ടം. എടോ നകുല, ഈ നാടും വീടും ജോലിയൊക്കെ വിട്ടിട്ട് കുറച്ച് ദിവസത്തേക്ക് എങ്ങോട്ടെങ്കിലും പൊക്കോളുക. ടെൻഷനും മറ്റെല്ലാ കമ്മിറ്റ്മെന്റ്സും മാറ്റി വെച്ചിട്ടുള്ള കുറച്ച് ദിവസം. അപ്പൊ നിങ്ങളുടെ മനസ്സും ശരീരവുമല്ല ഒരു കുട്ടിക്ക് വേണ്ടി തയ്യാറെടുക്കും. അപ്പോ ഒളിച്ചോടല്ലേ? ഇനി എന്തിനാ എത്രമാത്രം ആലോചിക്കുന്നത്? പോയി അടിച്ചു പൊളിക്കണോ? അല്ല, ഈ ഫസ്റ്റ് മെഡിസിൻ കഴിഞ്ഞതിന് ശേഷം മാത്രം ഇനി ഇവിടെ വന്നാൽ മതി. ശരി കണ്ടില്ലേ? നെക്സ്റ്റ്. മണിമയിൽ പീലിയാകും കണ്ണിൽ കുട നിവർത്തുന്നു നീലാകാശം വീണ്ടും വീണ്ടും. ഇരു മനസ്സിന്റെ ആമ്പൽ ചെപ്പിൽ വിരൽ തലോടുന്ന മഞ്ഞിൻ കാറ്റിൽ ഈറൻ മോഹം ഏറവേ മാരിമുകിലേ കൂടെ പൊഴിയൂ സ്നേഹം പുതയ്ക്കുന്ന രാവിൽ അരികെ. ഹിമമലരുകൾ നെയ്യും കൂട്ടിൽ നീയും ഞാനും മാത്രം ശ്വാസങ്ങൾ വേഗം തേടുന്നോ. ശലഭങ്ങളായി നമ്മളൊന്നു ചേർന്നു പ്രണയമധുരം നുകരുന്ന യാമങ്ങളായി. തിരിനാളമായ താരകങ്ങൾ പോലും മിഴിച്ചിമ്മി മായുന്നു നാണം പൊതിയേ. കനവുകളെല്ലാം കാതിൽ പറയുകമല്ലേ ഞാനോ അതിലിതൾ നീർത്ത പാട്ടിലുള്ള ശ്രുതിയാവാ. നിലവുകളെല്ലാം പ്രാവായി കുറുകുമി നേരം ദൂരെ ഒരു കുറുമ്പിന്റെ കൊഞ്ചലിന് കാതോർക്കാം. നിറവ് തേടുന്ന യാത്രയിൽ ചുരവഴികൾ നേരുന്നു ഭാവുകം. ചെടികൾ പൂക്കുന്ന പുതിയ കാലത്തെ ഇതിലെ വരവേൽക്കാം. ശലഭങ്ങളായി നമ്മളൊന്നു ചേർന്ന്
സുരേഷേട്ടാ ആളെ മനസ്സിലായ? ഞാൻ പറഞ്ഞിട്ടില്ലേ നമ്മളെ വീട്ടിൻ്റെ അടുത്ത് കുട്ടികളില്ലാത്ത. ഇപ്പൊ മനസ്സിലായി. ജോലി പുറത്തായ കൊണ്ടേ നാട്ടിലെ കാര്യങ്ങളൊന്നും അങ്ങനെ അറിയില്ല. അല്ല രാജമേച്ചി വന്നിട്ടില്ലേ? പരിപാടി ലേറ്റ് ആവല്ലോ. പിന്നെ അമ്മ ബൈക്കിനാന്നേ വന്നേ. ബൈക്കൊക്കെ മാറ്റി കാറ് വാങ്ങണ്ടേ? ആള് കൂടുമ്പോ അങ്ങനല്ലേ വേണ്ടത്. കാറൊക്കെ നല്ലതാ, പക്ഷെ ലോണ് വല്ലാത്തൊരടവാ. ലോണൊക്കെ ഇല്ലാത്ത മനുഷ്യന്മാരുണ്ടാ? ഇതൊക്കെ ഇങ്ങനെ നാട്ടിൽ പാടി നടക്കണ അല്ലേ നകുല? അതെ അതെ അതെ. അല്ല നിങ്ങളിങ്ങനെ നടന്നാ മതിയാ? ഒരു കുഞ്ഞുവാവൊക്കെ വേണ്ടേ? അത് നമ്മ ഇപ്പോഴേ വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ്. ഈ കുഞ്ഞലായാലില്ലേ നമുക്കിതുപോലെ അടിച്ചു പൊളിച്ച് നടക്കാനൊന്നും പറ്റൂല. പിന്നെ ഇപ്പൊ നമ്മ എൻജോയ് ചെയ്യേണ്ട സമയല്ലേ അല്ലേ? ശരിയേ? അതെ, ഈ ബൈക്കിൽ തൊട്ടുരുമ്പി പോകുമ്പോ കിട്ടുന്ന സുഖമില്ലേ, അത് കാറിൽ പോയി കിട്ടൂല. അതാണേ. അപ്പൊ എന്റെ ഫസ്റ്റ് മെഡിസിൻ ഏറ്റു. ആൾക്കാരെ ഓടിക്കാൻ പഠിച്ചില്ലേ? നന്നായി. നമ്മുടെ മനസ്സിനൊരു ബലം വേണം, അന്നേരം എടുക്കുന്ന മെഡിസിന് ഗുണം കിട്ടും. ഇനി രണ്ടുപേർക്കും ഓരോ ടെസ്റ്റോടുണ്ട്. ടെസ്റ്റ് ഞാൻ എഴുതി തരാം. വലിയുണ്ടോ? സ്മോക്കിംഗ് ഉണ്ടോന്ന്? ചെറുതായിട്ട്. സ്മോക്കിംഗ് കൗണ്ട് കുറയ്ക്കും. ഏതായാലും ടെസ്റ്റ് വരട്ടെ. കൗണ്ട് കുറവാണെങ്കിൽ വലിയ നിർത്തേണ്ടി വരും. ഇതാ നിർത്തിയരെ ഒരു ഗുണവുമില്ല. പറഞ്ഞു കൊടുക്ക്. അപ്പൊ പറഞ്ഞ പോലെ. എടാ സിഗരറ്റ് വലിച്ചാൽ കുറയെങ്കിൽ ശുക്കൂറിനെ കുറയണ്ടേ? ഓനി വലിക്കുന്നവരും കൂടുതലേന്ന്. അടുത്ത വിത്തിറക്കണ്ടേ? ആദ്യം ഇവന്റെ വിത്തൊന്ന് പിടിക്കട്ടെ. ഒരു പൊഫോട്ടെ. എടാ നൗല, വലിയ നിർത്താണെ തന്നെ കൗണ്ട് ഉണ്ടെന്ന് ഞമ്മക്ക് തെളിയിച്ചു കൊടുക്കണം. അതിന് ഇനി എന്തിനു തെളിയിക്കുന്നത്? എനിക്ക് ഓൾറെഡി 4 ആയില്ലേ? ശരിയാണല്ലോ. എന്നാ ഈ തെളിക്ക്. ഇന്റെ കൗണ്ട് കണ്ടിട്ട് ആ ഡോക്ടറെ കണ്ണു കളണം. അല്ലടാ ഇത്തു. നീ പറഞ്ഞ കറക്റ്റാടാ. എടാ ഈ ഞമ്മളെയും കൂടി പ്രശ്നം. അതുകൊണ്ട് നീ ഒരു കണക്കിന് വിട്ടുകൊടുക്കരുത്. കട്ടക്കണം. നീ ധൈര്യമായിട്ട് പോയി ടെസ്റ്റ് എടുത്തടാ. ബാക്കി അമ്മ വരുന്നിടത്ത് വെച്ച് കാണാം. ഹലോ, എന്താ? സിസ്റ്റർ, ഇവിടെ മെയിൽ നഴ്സുമാരും ഇല്ലേ? ഇല്ല, ഞങ്ങൾ മാത്രമേ ഉള്ളൂ. എന്തായിരുന്നു? അത് പിന്നെ ടെസ്റ്റ് ചെയ്യാൻ. ഇങ്ങനെ മെല്ലെ പറഞ്ഞ എങ്ങനെയാ? കുറച്ച് ഒച്ച പറ. സെമൻ ടെസ്റ്റ് ചെയ്യാനായിരുന്നു. ഇതിനാണോ പറയാൻ പഠിച്ചേ? എങ്ങനെ, വീട്ടിൽ നിന്നാണോ എടുക്കുന്നത് അതോ ഇവിടെ നിന്നാണോ എടുക്കുന്നത്? വീട്ടിൽ നിന്നാണെങ്കിൽ 20 മിനിറ്റ് കൊണ്ട് ഇവിടെ എത്തിക്കണം. ഇതിൽ കളക്ട് ചെയ്താൽ മതി. അവിടെയാണ് ടോയ്ലറ്റ്. ഇതിലാളുണ്ടായി ഒന്ന് പെട്ടെന്ന് ഇറങ്ങാം. വാ 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 ഇരിക്കേ. എന്തേ? റിസൾട്ട്. റിസൾട്ട് അല്ലേ? ഈ കൗണ്ട് വെച്ചോണ്ട് ഒന്നും നടക്കില്ല കേട്ടോ.
കൂടാനുള്ള മെഡിസിൻ ഞാൻ എഴുതി തരാം. പിന്നെ മെഡിസിൻ എടുക്കുമ്പോൾ ആ സ്മോക്കിംഗ് അങ്ങ് നിർത്തിയേക്കണം. ഞാനത് പറഞ്ഞല്ലേ. വലിപ്പിക്കരുത് കേട്ടോ, കൂടിക്കോളും. കൂടെ അവിടെ പോകാനാ. കുറച്ചും കൂടി ഒന്ന് ഉത്സാഹിക്കായിരുന്നു. നിനക്കൊക്കെ എന്തും പറയാം. ഞാൻ ഉപയോഗിക്കുന്ന അവസ്ഥ എനിക്ക് അത്രേ അറിയുള്ളൂ. അപ്പൊ എന്റെ വലിയ തീരുമാനമല്ലേ? അങ്ങനെ എൻ്റെ വലിക്കൊരു തീരുമാനമായപ്പോഴാ ശാസ്ത്രം തോറ്റെടുത്ത് ജോത്സ്യം ജയിക്കുമെന്നും പറഞ്ഞ് അമ്മ വന്നു. അമ്മ ഈടല്ല തിരക്കാന്ന്, നമുക്ക് വേറെ ദിവസം വന്നാ പോരെ? പോരാ. അല്ല അല്ലെങ്കിൽ ഈ കാര്യത്തിനൊക്കെ ജോത്സ്യൻ എന്ത് ചെയ്യാനാന്ന്? ഇനി പറഞ്ഞ ഡോക്ടറെ എനിക്ക് തീരെ വിശ്വാസം പോരാ. ടൂറ് പോയ കുട്ടിയുണ്ടാവും എന്ന് പറഞ്ഞ ഡോക്ടറല്ലേ പിന്നോട്ട് വന്നോ? എന്തല്ലേ പറയുന്നത്? പ്രവൃത്തിയിൽ വ്യാഴത്തിന്റെ നോട്ടക്കുറവ് കാണുന്നുണ്ട്. അതാ ഇങ്ങനെ കുടുങ്ങിക്കിടക്കുന്നത്. സന്താനകാര്യവാഹകൻ വ്യാഴാണല്ലോ. എന്താ ഇയാളുടെ കർമ്മം? തന്റെ ജോലിയെക്കുറിച്ചാ ചോദിച്ചത്. ഈടെ അടുത്തൊരു കൽപ്പന നടത്തുന്ന. അപ്പോ ഭൂമിദേവിയുടെ ശാപം. ശാപ? ഇപ്പൊ എന്താ കല്ലിന് വില? ഫസ്റ്റ് കല്ലൊക്കെ ആണെങ്കിൽ ഒരു 32. വ്യാഴാധിപൻ ഉച്ചസ്ഥായിലിരിക്കുമ്പോഴാണല്ലോ കർമ്മത്തിന് വിഘ്നം തട്ടാതിരിക്കുന്നത്. ദൈവാധീനം തീരെയില്ല. ദൈവങ്ങളെ പ്രീതിപ്പെടുത്തണം. അപ്പോൾ ഈ കർമ്മവും കർമ്മഫലവും എല്ലാം ശരിയാവും. പ്രതിവിധി എന്തെങ്കിലും ഉണ്ടോ പണിക്കരെ? ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ സന്താന സൗഭാഗ്യയന്ത്രം പൂജിച്ച് ധരിക്കണം. പിന്നെ പെരളശ്ശേരി അമ്പലത്തിൽ തൊട്ടിലും പാമ്പിന് മുട്ടിയും കൊടുക്കണം. ഗുരുവായൂരപ്പന് മുഴുക്കാപ്പ് വെണ്ണ. ഇപ്പറഞ്ഞ കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്യണം. ഇതിന് ശേഷം ചെയ്യേണ്ട കാര്യങ്ങൾ ഞാനിതിൽ കൃത്യമായിട്ട് എഴുതി തരുന്നുണ്ട്. നല്ലോണം പ്രാർത്ഥിച്ചോ. പൂജ തീരാറായി. ദക്ഷിണ കൈ പിടിച്ചോ. അതെ, എത്ര കൊടുക്കണ്ടേ? അത് നിങ്ങളുടെ ഇഷ്ടം. പൂജാരിയുടെ മനസ്സ് നിറയണം, എന്നാലേ ചെയ്ത ഹോമത്തിന് ഗുണം കിട്ടും. എത്ര കൊടുക്കണം? 1000. നടയിൽ ചെന്ന് പ്രാർത്ഥിച്ചോളൂ. കാര്യസിദ്ധിക്ക് വേണ്ടി എന്തെങ്കിലും നേർച്ചയും നേരണം. കൃഷ്ണ, എൻ്റെ മോൻ്റെ ഒരു കുഞ്ഞിനെ കൊടുക്കണേ. ചുറ്റുവിളക്കത്തിലേക്കാമേ. എൻ്റെ മുഖത്തില്ല, അടവയ്ക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ കൃഷ്ണ, എൻ്റെ അമ്മ കുറച്ച് ബുദ്ധി കൊടുക്കണേ. കമലാക്ഷി, എന്നെ ഇപ്പൊ കാണാനേ കിട്ടുന്നില്ലേടെ? ഓ, ഞാൻ ഇവിടെ തന്നെ ഉണ്ടിപ്പാ. നീ നിന്റെ മോന്റെയും മോന്റെ ഉള്ളപ്പോ സർക്കിട്ട് പോകുമ്പോ നമ്മളെല്ലാം കാണുവാ. കമലാക്ഷി എത്ര സമയം ഞാൻ അറിയില്ല, നോക്കാം. അങ്ങട്ടേല് ഫാത്തിമ പറഞ്ഞിട്ട് എന്റെ മോന്റെ കാര്യം ഞാൻ അറിയുന്നത്. അങ്ങനെ നാട്ടിൽ കണ്ടവർ പറഞ്ഞിട്ട് അറിയേണ്ട ബന്ധാണ് നമ്മ തമ്മില്. അതിയാ വേണ്ട, പല്ലിന്റെ അടുക്ക് കൂട്ടി നാറ്റിക്കണ്ട. ഇതാണ് സാധനം, സുകുമാര കൃതം. പുരാണങ്ങളിലല്ലില്ലതാ. പണ്ട് കുന്തി കുഞ്ഞില്ലാണ്ട് വിഷമിച്ചപ്പം ഇത് കുടിച്ചിട്ടല്ലേ കുഞ്ഞിണ്ടായത്. ഉണ്ടായി വരുമ്പോഴേക്കോ 1 2 100 എണ്ണല്ലേ, 100 എണ്ണം. അത് വെച്ചിട്ടല്ലേ പുള്ളിക്കാരത്തി പണ്ട് ശ്രീകൃഷ്ണന്റെ പേര് യുദ്ധത്തിന് പിടിച്ചു നിന്നത്. എന്റെ മോന്റെ കാര്യമായതുകൊണ്ട് മറ്റൊന്നും ആലോചിച്ചില്ല. കിട്ടിയ സ്ഥലത്ത് നിന്ന് മേടിച്ചു. രാത്രി കിടക്കുന്നതിന് മുമ്പേ രണ്ടാളോട് ഓരോ സ്പൂണ് കഴിക്കാൻ പറയണോട്ടാ. 3 മാസം. 3 മാസാ മോനെ. ഇനി ഡയറ്റ് എന്തിനു കുറക്കുന്നു? മേടിച്ചു ഇന്ന് വന്നോട് മോനെ. എത്ര ചേച്ചി? 600 രൂപയിലൂടാ. 600 രൂപ?
അയ്യോ ചേഞ്ച് ഇല്ലല്ലോ. ഒരു കുഞ്ഞിക്ക് വേണ്ടിട്ടല്ലടാ. കാര്യം നടന്ന കമലാക്ഷ എടുത്തിനെ കാണണ്ട പോലെ കാണണേ. അത് പിന്നെ കാണാണ്ടിരിക്കുവാണേ. അന്നേ പോട്ടാ. ആ ചായ കുടിച്ചിട്ട് പോവാണേ. നിങ്ങളെ കാത്തു നിന്നിട്ട് ഇപ്പൊ എന്നെ വൈകി. ഞാൻ പോകാട്ടാ. മര്യാദക്ക് കഴിച്ചോണം കേട്ടോ. നകുലേട്ടാ, ഇല്ല കമ്പനി പേരൊന്നുമില്ലല്ലോ. കഴിച്ച പണി കിട്ടൂ? അത് കഴിച്ച പണി കിട്ടുമെന്ന് എനിക്കറിയില്ല. പക്ഷെ കഴിച്ചില്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ നല്ല കിണിപ്പിനിട്ടു. നോക്കട്ടെ. നോക്കി കഴിക്കണോ? കഴിക്കാം. നകുലേട്ടാ, ഇനി അവര് പറഞ്ഞ പോലെ പെട്ടുകൂട്ടേണ്ടി വരൂ. അതിന് നമുക്കാരോട് യുദ്ധം ചെയ്യില്ലല്ലോ. അതെ, ഇത് കഴിച്ചോണ്ട് മാത്രം കുട്ടിയാവില്ലട്ടാ. നല്ല ടീമാണെന്ന് തോന്നുന്നു. ഞാനവിടെ പറഞ്ഞിരിക്കുന്നുണ്ട്. കുറച്ച് ജ്യൂസും കൊടുത്തിട്ട് കുടിക്കാൻ. കല്ലിനെ പറ്റി ചോദിച്ചാ? കല്ലിനെ പറ്റി ചോദിച്ചപ്പോ മൂത്രത്തിൽ കല്ലിനെ പറ്റിയാ പറയുന്നത്. മൂത്രത്തിൽ കല്ല? ആ, അവരിലെന്തോ മരുന്നുണ്ട് അത്രേ മൂത്രത്തിൽ കല്ലിനെ പറ്റി. നമസ്കാരം. നഗലേട്ടനല്ലേ? ആ സാർ, കല്ലോക്കാൻ കല്ലെടുക്കാൻ ഒരുപാട് പേര് വരും. സാറിന്റെ ജീവിതത്തിലെ കല്ലെടുക്കാൻ ഒരാളെ വരും. സുരേഷ്, ക്യാപ്ഷൻ സുരേഷ്. ക്യാപ്റ്റൻ? ക്യാപ്റ്റൻ അല്ല, ക്യാപ്ഷൻ. ഈ അവസരമായി ക്യാപ്ഷൻ പറയുന്നുണ്ട് ആളുകൾ എനിക്കിട്ട പേരാണ് ക്യാപ്ഷൻ സുരേഷ്. ഇപ്പം പണകളിൽ ഒരു പണത്തൂക്കം മുന്നിൽ, നകുലൻസ് പണ ഇപ്പൊ ഉണ്ടാക്കിയത് കൊള്ളാല്ലേ? വൺ മിസ്റ്റർ ജിത്തു സാറിന്റെ ഫ്രണ്ട് അല്ലേ? പുള്ളിയാണ് സാറിന്റെ പ്രശ്നത്തെ പറ്റി പറഞ്ഞത്. ഞാൻ ഇതുപോലത്തെ ഒരുപാട് പ്രശ്നങ്ങൾ സോൾവ് ചെയ്തിട്ടുള്ള. എന്ത് പ്രശ്നത്തിനെ പറ്റി പറഞ്ഞു വരുന്നത്? കുട്ടികളിലായിരിക്കുന്ന വലിയ കുഴപ്പമായിട്ട് ആൾക്കാർ കാണുന്നത്. സത്യത്തിൽ ആർക്കാ കുഴപ്പം? അല്ല, കുഴപ്പം ആർക്കായാലും എനിക്ക് കുഴപ്പമില്ല. പക്ഷെ ഞങ്ങൾ ഫലപുഷ്ടിക്കാർക്ക് ഇതങ്ങനെ കാണാൻ പറ്റില്ല. എവിടെ ഫലപുഷ്ടിയുണ്ട് അവിടെ കുഞ്ഞുണ്ട്. അതാണ് ഇതിൻ്റെ ക്യാപ്ഷൻ. എഫക്റ്റ് തീരെ ഇല്ലാത്തതുകൊണ്ട് സൈഡ് എഫക്റ്റ് ഒട്ടും ഇല്ലാത്തൊരു പ്രോഡക്റ്റാണിത്. ഇത് ഉപയോഗിച്ചൊരു 3 മാസത്തിനുള്ളിൽ റിസൾട്ട് ഉണ്ടാവും. നമ്മളിപ്പോൾ വേറെ ട്രീറ്റ്മെന്റിലാണ്. എന്താവശ്യത്തിന്? ഇതെല്ലാം തട്ടിപ്പാ. അതെല്ലാം തട്ടിപ്പാ. ഇതിന് വേറെ 4000 രൂപ ഉള്ളൂ. 4000 രൂപ കുഞ്ഞ്. അങ്ങനെ ഒരു ക്യാപ്ഷൻ ഉണ്ട് ഇതിന്. അല്ല, ഞാൻ വൈഫായിട്ടൊന്ന് ഡിസ്കസ് ചെയ്തിട്ട് ജിത്തിനെ അറിയിച്ചാൽ പോരെ? വൈഫിന് ഒരു സർപ്രൈസ് കൊടുക്കാം. അവൾക്ക് സർപ്രൈസ് ഒന്നും ഇഷ്ടമല്ല. അപ്പൊ വേണ്ട. വേണ്ടെങ്കിൽ വേണ്ട. അല്ലെങ്കിൽ നല്ല നായിക കയറത്തില്ല. നായികരണ പൊടി ഇട്ടിട്ട് സാറ് മേടിച്ചിട്ടില്ലോ. ഹലോ. ആ ആ സാരില്ല, കരയില്ലേ? രണ്ടുപേരാ? എനിക്കായി
കാര്യം പ്രഗ്നൻസി കിറ്റിൽ തെളിഞ്ഞ ആ 2 വര ശരിക്കും പറഞ്ഞ ഞങ്ങളെ ലൈഫിലെ മുന്നോട്ടേക്കുള്ള ഒരു ഗിയർ ചേഞ്ച് ആയിരുന്നു. നാട്ടുകാരെ ചോദ്യശരങ്ങൾ അങ്ങനെ നിന്നു. പിന്നീട് വന്നത് ചോദ്യങ്ങൾക്ക് ഒരുതരം വാദങ്ങളായിരുന്നു, അവകാശവാദങ്ങൾ. ഇപ്പൊ കമലാശേർത്തി പറഞ്ഞത് എന്തായി? സുകുമാരകൃതം വലിച്ചില്ലേ? കാര്യം നടന്ന കമലാശേർത്തിനെ കണ്ട പോലെ കാണാനെന്ന് മോൻ പറഞ്ഞിനെ. എല്ലാം നിങ്ങൾ പറഞ്ഞല്ലേ. ആയിക്കോട്ടെ. എന്റെ മോൻ്റെ വിശേഷായ നിന്റെ മോന്റെ വിസ വന്നോ? വന്നു. എല്ലാവരെയും കണ്ടു, എന്നെ മാത്രം എന്തുകൊണ്ട് കാണാത്തത് കൃഷ്ണ? ഇവിടുന്ന് സന്താന സൗഭാഗ്യന്ത്രം പോയിച്ചു ധരിച്ച ആർക്കും ബലം ലഭിക്കാതിരുന്നിട്ടില്ല. അത്രയ്ക്കും ശക്തിയുള്ള കൃഷ്ണനാണ് ഇവിടെ ഉള്ളത്. പിന്നെ നമ്മുടെ പൂജാരിയുടെ കൈപുണ്യവും. നേർച്ച നടന്നത് മറക്കണ്ട. അമ്മ എടുത്തു അടണ്ടല്ലോ മുന്നില്. എവിടെ? എന്റെ അമ്മേ, ഇങ്ങൊന്നേ ഇങ്ങൊന്നേ. അമ്മേ വന്നേ. എന്താടാ? കത്തിച്ചോ. നിങ്ങളധികം ആട് നിന്നാലേ വഴിപാടിന്റെ എണ്ണം കൂടും, അതാ. കത്തിച്ചോട്ടാ. എടാ ഇങ്ങളൊക്കെ എന്നെ എത്ര മക്കാറാക്കിയിട്ടുണ്ട് എന്റെ ഓളെ പ്രസവത്തെ പറ്റി പറഞ്ഞിട്ട്. എടാ ഇങ്ങക്ക് അറിയാം, ഈ ദുനിയാവിലെ ഏറ്റവും സുന്ദരമായ കാഴ്ച തന്നെ നിങ്ങൾക്ക്. എടാ ലേബർ റൂമിൽ നിന്ന് നേഴ്സ് വരും കുഞ്ഞുമായിട്ട് നമ്മളെ കാണിക്കാൻ. എടാ കുഞ്ഞിന്റെ മുഖാടാ ഈ ദുനിയാവിലെ ഏറ്റവും സുന്ദരമായ കാഴ്ച. എടാ അത് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് കാണാൻ വേണ്ടിട്ടാ എന്റെ ഓൾ ഇങ്ങനെ പ്രസവിച്ചു കൂട്ടുന്നത്. എടാ ശുക്രേ, ലോകത്തിലെ ഏറ്റവും വലിയ വേന എന്തെന്നറിയാം എനിക്ക്? എന്താ? അത് പ്രസവേനയാണ്. അത് ഇനി ഒരിക്കലും അറിഞ്ഞാലേ എന്റെ കാഴ്ച കാണില്ല അതോടെ വെക്കും. 15,950. 15,950. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ശരിയാവൂല, എല്ലാം കുളവും. ഈ ജോത്സ്യന്റെയും പൂജാരിയുടെയും പിന്നാലെ പോയിട്ടെ പണയിലെ കാര്യങ്ങളൊന്നും ശരിയാവുന്നില്ല. എൻ്റെ പണയം ബിസിനസിനെ കാട്ടി എത്രയോ വലുതാ ഒരു കുഞ്ഞുണ്ടാകുക എന്നുള്ളത്. അതുകൊണ്ട് നേരത്തെ വഴിപാടൊക്കെ മര്യാദയ്ക്ക് ചെയ്തോണം. ഇതൊക്കെ ചെയ്യാൻ കാശിനല്ലേ വേണ്ടത്. അമ്മക്ക് ഇങ്ങനെ വെറുതെ നേർന്നാ മതിയല്ല. ഞാൻ ഇവിടെ കിടന്ന് നേർച്ചയായിരുന്നോണ്ട് തന്നെ ഓക്കായത്, അല്ലാതെ എന്റെ കേമത്തിനെ കൊണ്ടൊന്നും അല്ല. പലരും അവകാശവാദങ്ങളായി വന്നിട്ടുണ്ടെങ്കിലും അമ്മയുടെ ഈ മാസ് ഡയലോഗ് കേട്ട നകുലേട്ടനെ കണ്ടിട്ട് എനിക്ക് ചിരിയടക്കാൻ പറ്റിയില്ല. റഫീഖിന്റെ ആദ്യത്തെ അറ്റംപ്റ്റ് അലസിപ്പോയി. മാസാമാസം ചാർട്ടുമായിട്ട് വന്ന പോലെയാണ് കക്ഷിയുടെ ഇപ്പത്തെ മെയിൻ പണി. നകുല, കൊറേ പേര് അവകാശവാദമായി വന്നതും ഇനി കൈ നിറച്ചു കൊടുത്തതും നമ്മൾ അറിഞ്ഞിന്. ശരിക്കും പറഞ്ഞാ നമ്മളെ ചാർട്ടല്ലേ പണിയൊപ്പിച്ചേ. ആടാ കറക്റ്റ്. എന്റെ ചാർട്ടാ പോലും കുഞ്ഞിന്റെ അച്ഛൻ. എന്നാ ഞാൻ പോയി കയറാം. അങ്ങനെ ചുരുക്കം പറഞ്ഞ കൊച്ചിനിപ്പോ അവകാശങ്ങൾ കുറെ ആയി അല്ലേ? നമ്മുടെ പാവം ഹോമിയോ ഔട്ട്. ഇതൊക്കെ പിന്നെ നമുക്ക് പതിവാ. എന്തായാലും കൺസീവ് ആയല്ലോ. നാട്ടിൽ നല്ലൊരു ഗൈനക്കോളജിസ്റ്റിനെ കാണിച്ചാൽ മതി. പല പിന്നെ തുടങ്ങിയോ? ഇല്ല. എന്നാ ശരി. പോ. എന്താ പറ്റിയ? ഓക്കെ അല്ലേ? കിടക്ക. എടീ രാജമ്മ അവിടെ ഇല്ലേ? ആളാർക്കൊന്നും ഇല്ലല്ലോ. അപ്പൊ നീയൊന്നും അറിഞ്ഞിട്ടേ? നകുലന്റെ ഒക്കെ പൊട്ടിയാ പോലൂ. പൊട്ടിയാ? ആ ഓക്കാ. ഓക്ക് എവിടുന്നത് കിട്ടിയേ? അതിന് നമ്മളെ നാട്ടിൽ ആരും ഇല്ലല്ലോ പൊട്ടി പിടിച്ചേ. എവിടുന്നാമോ കിട്ടീനി?
കുഞ്ഞിക്ക് ജീവൻ വെക്കുന്ന സമയ പഠിച്ചോനെ. പള്ളിയിൽ കുഞ്ഞില്ലപ്പോ പൊട്ടി പിടിച്ചാ കുഞ്ഞി പോകുന്ന ഉറപ്പല്ലേ? എനിക്ക് രാജമ്മേന്റെ കാര്യം ആലോചിക്കുമ്പോ ഓളെങ്ങനെയാ സഹിക്കുക എന്റെ റബ്ബേ. ഒക്കെ നല്ലോണം ഉണ്ടാ? നീ പോയിനാടാ? എനക്കവിടെ പോവാല. പണ്ടനക്ക് വന്നോണ്ട് ഇനി വരൂലോ. എനക്കും വന്നിനി. ഇനി പോകുമ്പോ ഞാനും വരും. ഇത് വന്നതിന് ഞാൻ എന്താക്കല് നകുലേട്ടാ? നമ്മ ശ്രദ്ധിക്കാനിട്ടാന്ന് പറഞ്ഞ അമ്മ കുറെ ചീത്ത പറഞ്ഞു. ഈ അമ്മാറൊന്നും കാര്യാക്കണ്ട. ഈ രാജ ഡോക്ടറിനെ വിളിച്ചോക്ക്. നകുലേട്ടാ, ഇത് വന്നോണ്ട് നമ്മളെ കുഞ്ഞിക്ക് എന്തെങ്കിലും കുഞ്ഞിക്ക് സംഭവിക്കാനടി? നീ ലേറ്റ് ആക്കാൻ ഡോക്ടറിനെ വിളിക്കും. ഹലോ ഡോക്ടറെ, ഞാൻ ശാലിനിയാണ്. പറഞ്ഞോ. ഡോക്ടർ, എന്റെ കയ്യിൽ എന്തോ പൊന്തി വന്നിട്ടുണ്ട്. അത് ചിക്കൻ ബോക്സ് ആകുമെന്ന് ചെറിയൊരു സംശയം. ശാലിനി ഒരു കാര്യം ചെയ്യ്, ആ പൊന്തിയ ഭാഗം ഒരു ഫോട്ടോ എടുത്ത് വാട്സപ്പിലേക്ക് ഞാൻ നോക്കിയിട്ട് പറയാം. പെട്ടെന്ന് അയച്ചോ. ഓക്കെ ഡോക്ടർ, ഞാൻ വിളിച്ചോളാം. ശരി. കാണിച്ചേ. അയച്ചിട്ടുണ്ട്. നാട്ടുകാരെല്ലാം അർജുനി എല്ലാരും പറയുന്ന അലಸಿ പോകുന്നു. ചെയ്ത വഴിപാടെല്ലാം വെറുതെ പോവാനെ. അതിനിത് നാട്ടുകാരെന്നല്ലല്ലോ തീരുമാനിക്കണം, ഡോക്ടറല്ലേ? എന്നാ ഞാൻ ഓളെ കൊണ്ട് ഡോക്ടറെ അടുത്ത് പോ. അമ്മ, ഇത് സാധാരണ അസുഖമൊന്നുമല്ലല്ലോ, ചിക്കൻ ബോക്സ് അല്ലേ? ഓള് ഡോക്ടർ വിളിച്ച കാര്യം പറഞ്ഞ് തിരിച്ചു വിളിക്കാന്ന് പറഞ്ഞു. രാജമ്മേ, വിളിയൊന്നും കേൾക്കുന്നില്ലല്ലോ. ആരും ഇല്ല. വരുന്നുണ്ട് നിങ്ങളുടെ ചങ്ങായിമാര്. വെറുതെ വേണ്ടാത്ത ആരെങ്കിലും പറഞ്ഞു ഓള് കരയിച്ചിന്റെ സ്വഭാവം മാറൂട്ടാ. ഒന്നും മിണ്ടാണ്ടി. ഒരു കേക്കും ഒരു കേട്ടാ എനിക്ക് എന്തെന്ന് ഇപ്പൊ? അല്ലപ്പാ, എന്തെന്നാ ഈ കേക്കുന്നേ? ഓർത്തു ശാലിനി ഓളകത്ത് ഡോക്ടറോട് സംസാരിക്കുന്ന. ചായ എടുക്കാം. നീ അവസ്ഥയിൽ നിൽക്കുമ്പോ നമുക്ക് രണ്ടാക്കും ഒരു ഇറ്റ് വെള്ളം ഇറങ്ങുമോ രാജമ്മേ? ഡോക്ടറെ, ഇത് വന്നോണ്ട് കുഞ്ഞിന് കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ? അതുകൊണ്ട് കുഞ്ഞിനൊന്നും സംഭവിക്കില്ല. ഒരു 10-13 ദിവസം കഴിയുമ്പോൾ കുരുക്കളൊക്കെ അങ്ങ് കരിഞ്ഞു പൊക്കോളും. ഇതല്ലേ ഓർത്തിക്കും ടെൻഷൻ അടിക്കാതെ കുറച്ച് ഹാപ്പി ആയിട്ടിരിക്കേ. ഈ സമയം അമ്മ എത്രത്തോളം ഹാപ്പി ആയിട്ടിരിക്കുന്നോ അത്രത്തോളം വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് ഹാപ്പി ആവും. പിന്നെ കാർട്ടൂൺസ്, സോങ്സ്, ചെറിയ തോതിലുള്ള ഡാൻസ്, ഇതൊക്കെ ട്രൈ ചെയ്യുന്നത് നല്ലതാ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി. ശരി ഡോക്ടർ. ഏടുന്ന കിട്ടിയെന്ന് ആർക്കറിയാം. വന്നപാടെ പനിക്കുന്നു. നോക്കുമ്പോണ്ട് കയ്യിൽ പൊന്തിന്. അതിന് ഇനി വിഷമിക്കണ്ട. നകുലൊരു ചാലിനും ചെറുപ്പമല്ലേ, അതങ്ങ് പോയാ പോട്ട്. നിങ്ങളെല്ലാം കൂടെ തീരുമാനിച്ചു എന്റെ കുഞ്ഞാലിസി പോകുന്നേ? ശാലിനി അകത്ത് പോ. അമ്മൊന്നും മിണ്ടാണ്ടിരിക്കമ്മേ. മോളെ, നമ്മള് നിങ്ങളെ ആശ്വസിപ്പിക്കാൻ പറഞ്ഞല്ലേ. എന്റെ കുഞ്ഞാലിസി പോകുന്നു പറഞ്ഞിട്ട് എന്നെ ആശ്വസിപ്പിക്കല്ലേ? ഇവരിപ്പൊ ഇവിടുന്ന് ഇറങ്ങിക്കൊള്ളണം, ഇല്ലെങ്കിൽ നകുലേട്ടാ ഞാൻ ഇവിടുന്ന് ഇറങ്ങും. ഇവളെ വായിലിരിക്കുന്ന കാക്കാനോ അമ്മ വന്നിന്? എനിക്ക് എടുക്കുന്ന കഷ്ടം. ചിലപ്പോ ഓള് ചായ കാച്ചി കളിയുമ്പോ വെറുതെ അല്ല നീ ഇങ്ങനെ ആയിന്. ആദ്യം എന്റെ സ്വഭാവം നന്നാവണം. നിന്റെ പൊയ്ത്തും എന്തിനാ ഓരോരുത്തർ ഇങ്ങനെയൊക്കെ വർത്തമാനം പറയാൻ നിൽക്കുന്നു? മനുഷ്യന്റെ മനസ്സമാനങ്ങളായിട്ട് മനസ്സമാധാനം പോവാനിടെ ഒന്നും ഉണ്ടായിട്ടില്ല നകുലേട്ടാ. ഡോക്ടർ പറഞ്ഞൊന്നും പേടിക്കാനില്ലാന്ന്. വെറുതെ അതും ഇതും ആലോചിച്ച് ടെൻഷൻ അടിക്കാണ്ട് അസുഖം മാറുന്നവരെ സന്തോഷത്തോടെ നിൽക്കാനാ പറഞ്ഞത്. അതിൻ്റെ ഇടയിൽ എന്റെ കുഞ്ഞലസി പോകുന്ന പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ സന്തോഷിക്കില്ലേ? ഡോക്ടർ അങ്ങനെ പറഞ്ഞോ? കുഞ്ഞിനൊന്നും പറ്റൂല എന്ന് പറഞ്ഞിന്. എടാ നകുല, ഈ ഇപ്പം എൻ്റെ ഓളെ കൂടെ നിൽക്കുക വേണ്ട. എടാ നാട്ടുകാർ തെണ്ടികൾ എന്താ പറഞ്ഞോട്ടെ, നിങ്ങൾ ഡോക്ടർ പറഞ്ഞു മാത്രം കേട്ടാൽ മതി. അല്ല, ഇതെല്ലാം ഡോക്ടർ ശാലിനിയോടല്ലേ പറഞ്ഞേ? എടാ, പ്രഗ്നന്റ് ആയ ശാലിനിയോട് ഇനി മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ പോലും ഡോക്ടറിന് പറയാൻ പറ്റുവാ? പറയോ? എടാ ജിത്തു, നീ ഈടുത്ത കമ്പനി വിട്ടിട്ട് ആ കൗസുകടത്തിൻ്റെ പുത്തുമാൻ്റെ കൂടെ കുടിക്കുക. ടൈമായിട്ടുണ്ട്. എടാ നകുല, എനിക്ക് പരിചയമുള്ള ഒരു മെഡിക്കൽ റെപ്പിനോട് ഞാൻ ഈ കാര്യം ചോദിച്ചിനേനു. ഓൻ പറഞ്ഞതും നമ്മളെ നാട്ടുകാർ പറഞ്ഞു നടക്കുന്നതും ഏകദേശം സെയിമാണ്. എടാ നൗല, ഇവൻ പറഞ്ഞു കേട്ട് നീ പേടിക്കണ്ടേ. നമുക്ക് ആ രാജു ഡാക്ടറെ നേരിട്ട് പോയി കാണാം. അയാളാകുമ്പോൾ ഉള്ള പോലെ പറയും. ഇനി വരണ്ട, നമ്മൾ പോയിക്കോളും. വെറുതെ ഓരോന്ന് പറഞ്ഞു പേടിപ്പിക്കാൻ. ഈ കൺസീവ് ആകുന്ന ആള് ആദ്യത്തെ 3 മാസത്തേക്ക് സൂക്ഷിക്കണമെന്ന് ഞങ്ങൾ ഡോക്ടേഴ്സ് പറയാറുണ്ട്.
ഇത് കേൾക്കുമ്പോൾ എല്ലാവരും വിചാരിക്കുന്ന വയറിന് ഇളക്കി നടന്ന യാത്ര, ഈ സ്കൂട്ടർ യാത്ര, കട്ടറി ചാടൽ ഇതൊക്കെ ഒഴിവാക്കണമെന്ന് മാത്രമാണ്. അത് മാത്രമല്ല, ഈ സമയത്ത് കൺസീവ് ആകുന്ന ആളുകൾക്ക് മെഡിസിൻ കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇവർക്ക് അസുഖം വരാതെ സൂക്ഷിക്കണം. അതൊന്നിപ്പം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഡോക്ടർ. ഇതിനോട് കുഞ്ഞിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അതാണ് ഇപ്പം അമ്മ അറിയേണ്ടത്. സാധാരണ പ്രീമച്ചർ സ്റ്റേജിൽ ചിക്കൻ ബോക്സ് വന്നാൽ അമ്മയ്ക്കോ കുട്ടിക്കോ പ്രോബ്ലം വരാൻ സാധ്യതയില്ല. പക്ഷേ 6 to 13 വീക്സ് വരെ ചില കോംപ്ലിക്കേഷൻസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് താനും. അൺഫോർച്ചുനേറ്റ്ലി ശാലിനിക്കത് 6th വീക്കാണ്. ഫീവർ കൂടിയ ഈ അസുഖം ന്യൂമോണിയയിലേക്ക് കിടക്കും. പിന്നെ റിക്കവറിങ് ചാൻസ് വളരെ ടഫാണ്. ഇതൊക്കെ പറഞ്ഞാൽ കുട്ടിയെ നമുക്ക് ടെൻഷൻ അടിപ്പിക്കാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് തന്നെ അവളെ ഈ അസുഖത്തിൽ നിന്ന് എത്രയും പെട്ടെന്ന് തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. അതിന് ഒരിക്കലും അവളുടെ കുട്ടിക്ക് ഒന്നും സംഭവിക്കുകയില്ലെന്ന് നമ്മൾ ആദ്യം അവളെ പറഞ്ഞ് ബോധിപ്പിക്കണം. ഡോക്ടറെ, അപ്പൊ കുഞ്ഞിന് 1 മാസം കഴിഞ്ഞ് അബോർഷൻ സാധ്യതയുണ്ട്. പക്ഷേ എല്ലാ കേസിലും അങ്ങനെ സംഭവിക്കണം നിർബന്ധമില്ല. കുഞ്ഞിന് മറ്റെന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെന്ന് സ്കാനിംഗ് റിപ്പോർട്ട് വരുമ്പോൾ അറിയാൻ പറ്റും. അല്ല ഡോക്ടർ, എന്ത് ഇഷ്യൂസ്? മെയിനായിട്ടും വരുന്നത് ഈ കാർഡിയാക് ഇഷ്യൂസാണ്. സ്കാൻ ചെയ്യുമ്പോൾ അത് ഗൈനക്കിന് അറിയാൻ പറ്റും. നിങ്ങൾക്ക് എന്തെങ്കിലും പറഞ്ഞ് സമാധാനിപ്പിക്കാം. ഞാൻ എന്ത് പറഞ്ഞിട്ടാണ് അവളുടെ നിൽക്കട്ടെ? എനിക്കെന്താ പറയണ്ടെന്ന് അറിയില്ലടാ അവളുടെ അടുത്ത്. എടാ, ഇനി ഇങ്ങനെ ഇമോഷണൽ ആയിട്ട് കാര്യമില്ല. എല്ലാം പോസിറ്റീവായിട്ട് കാണും. ഒന്നും സംഭവിക്കില്ലടാ. നമ്മളത്ര കൊതിച്ചാന്നൊരു കുഞ്ഞിന് വേണ്ടി ആ കുഞ്ഞ് പോയി പോകുന്ന പറഞ്ഞാൽ ഒക്കെ സഹിക്കാൻ പറ്റില്ലടാ. കുഴപ്പാ. ഓക്കൊന്നും പറ്റുന്നേയുള്ളൂ എനിക്കിപ്പം. എടാ, ഓക്കൊന്നും പറ്റൂല. എനിക്കറിയില്ല എന്താ ചെയ്യേണ്ടതെന്ന്. ഇപ്പം പേടിയാവുന്നു. മഴ നനവറിയും മനസ്സു താനേ എരികനലുലയായിതാ ചെറുവിരലിതളുകൾ വിട പറയാൻ വെമ്പിയോ. പകുതിയിൽ തങ്ങി നിന്നിടും ഒരു ചെറു തോണി പിന്നെയും മറുകര ചെന്നണഞ്ഞിടുവാൻ തുഴയുകയായി. നിറമുറഞ്ഞൊരു നെഞ്ചകങ്ങളിൽ പിടയണ നൊമ്പരങ്ങളിൽ കുരുന്നിനു കാവലായി ജീവനേകിടാം. മൗനം വഴി മാറി വീണ്ടും ഒരു തൂവൽ താരാട്ടാൻ മണിച്ചൂടിലായി കൺമണി ചായുമാ നേരമോ ഇരുളുകൾ ഒഴിഞ്ഞൊരു കഥ പറയാ. ഈ ഒരു അവസ്ഥയിൽ എനിക്ക് എങ്ങനെ ഇത്ര ചിരിച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്നു? ഇപ്പൊ ഞാൻ ചിരിച്ചിട്ടെങ്കിൽ നമ്മ രണ്ടാളും കരയേണ്ടി വരും നഗലേട്ടാ. അമ്മയാ അമ്മയാ അമ്മയാ.
പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലോ ഡോക്ടറെ? പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവില്ല എന്ന് പറയാൻ പറ്റില്ല. സാധാരണ ഇങ്ങനെയുള്ള കേസിൽ കാർഡിയാക്കാണ് മെയിൻ പ്രോബ്ലം വരാറ്. ഇതിലിപ്പോൾ അത് കാണുന്നില്ല, പക്ഷേ ENT റിലേറ്റഡ് ആയിട്ടുള്ള ചെറിയ വൈകല്യങ്ങൾ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ENT റിലേറ്റഡ് എന്ന് പറയുമ്പോൾ എന്തല്ല ഡോക്ടറെ? മെയിൻ കേൾവിയും സംസാരവും. അതും ഉറപ്പൊന്നുമില്ല, ചാൻസസ് മാത്രമാണ്. ഡോക്ടർ, നമ്മളിപ്പോൾ ഇനി എന്താ ചെയ്യണ്ടേ? നിങ്ങൾ രണ്ടുപേരും വീട്ടിൽ പോയിട്ട് ശരിക്കും ഒന്ന് ആലോചിക്കും, ഇത് ഫോർവേഡ് ചെയ്യണോ വേണ്ടോ എന്നുള്ളത്. എന്നിട്ട് എന്താണെങ്കിലും എന്നെ വിളിച്ചറിയിച്ചാൽ മതി. അമ്മ പറ, നമ്മളെന്താ ചെയ്യണ്ടേ? ഉള്ളൊരുക്കി പ്രാർത്ഥിച്ചുണ്ടായ കുഞ്ഞാ ഇവളുടെ വയറ്റിൽ. അതിനൊരു കുറവും വരത്തില്ല ദൈവത്തിന്. നമ്മളെ കുഞ്ഞിക്ക് കേൾക്കാനും മിണ്ടാനും പറ്റൂലേ? എനിക്കൊന്നും പേടിയാവുന്നു. ഇനി അങ്ങനെ ഉണ്ടായാൽ തന്നെ കുഞ്ഞിന് വേണ്ടി കേൾക്കാൻ ഇനിയും സംസാരിക്കാൻ ഞാനും ഇല്ലടി. പിന്നെന്തിനാ പേടിക്കുന്നത്? നമ്മുടെ കുഞ്ഞല്ലടി. സന്തോഷിക്കേണ്ട സമയത്ത് എൻ്റെ മോള് കുറേ വേദന തന്നു. കുഞ്ഞിന്റെ ഫോട്ടോ FB ഇടണേ, എല്ലാരും കാണട്ടെ. ടെൻഷൻ എടാ ടെൻഷൻ ഒന്നും അടിക്കണ്ടടാ. എടാ എനിക്കാണെന്നാ പറഞ്ഞ കാഴ്ച കാണണ്ടേ, ദുനിയാവിലെ ആ സുന്ദരമായ കാഴ്ച. ശാലിനിയുടെ ബൈസ്റ്റാൻഡേഴ്സ് വിളിക്കുന്നടാ, ചെല്ല്. oh
ദുനിയാവിലെ ആ സുന്ദരമായ കാഴ്ച ഞാനിന്ന് കണ്ടു. ഇനി ആ കാഴ്ചക്ക് ഒരു കുറവില്ല എന്നറിയണം. ഇനി വേണ്ടാത്തൊന്നും ചിന്തിച്ചു കൂട്ടണ്ട, ഒന്നും വരൂല. ടെസ്റ്റ് കഴിഞ്ഞിട്ട് എന്തായി? എനിക്ക് ചിക്കൻ ബോക്സ് വന്നാലും ഇവൻ അറിഞ്ഞിട്ടേ ഇല്ല. ഒരു കുഴപ്പമില്ലടി, ഒരു കുഴപ്പമില്ല. സെൽഫി എടുക്ക്. എടാ, ആദ്യമൊക്കെ ആവോ എന്നുള്ള പേടിയുണ്ടാകുക. ഒന്നായി കഴിഞ്ഞാലല്ല മോനെ, പിന്നെ ആയി പോവോന്നുള്ള പേടിയുണ്ടാകുക. നഗല കുഞ്ഞിനെ കളിപ്പിക്കാന്ന്. ഇനി എത്ര വയസ്സായിടാ? 1.5. 1.5 ആയില്ലേ? ഒന്ന് പോയി ഒന്നെന്ന് പറയാൻ വേറൊന്നൂടെ വേണ്ടടാ. മോളെ, എന്തെല്ലാം വിശേഷം? സൂറ, ഇനി എനിക്ക് എന്തെങ്കിലും ആഗ്രഹമുണ്ടോ? എനിക്ക് പ്രസവിച്ച് മടുത്തിക്ക. നമുക്ക് ഈ പരിപാടി അങ്ങ് നിർത്താം. ഇക്ക, നിങ്ങളെന്തോന്നും മിണ്ടാത്തേ? പാട്ട് വേണം താരാട്ടുവാൻ, ചാഞ്ചാടിടും പാവ വേണം കൂട്ടായിടാൻ. ആരാകിലോ പാട്ട് വേണം താരാട്ടുവാൻ, ചാഞ്ചാടിടും പാവ വേണം കൂട്ടായിടാൻ.
മേഘത്തിൻ പിന്നിൽ നിന്നും നോക്കിയിടും തിങ്കൾ കണ്ണേ വാതിൽക്കൽ വന്നിടാതെ മാറിപ്പോവേണേ ആരാരും കാണില്ലെന്നേ നാണിക്കല്ലേ ഞാനിന്നോ നിന്നിൽ പെയ്യാൻ നേരം കാത്തേ നിൽക്കുന്നു ഉത്തരത്തിലാടും തൊട്ടിലൊന്ന് കൈകാലടിച്ച് കണ്ണീട്ടു വേണ്ടി പൊങ്കുരുന്ന് അച്ഛനൊപ്പം കൊച്ചു പിച്ച വെച്ചിടാൻ പോരില്ലേ മുത്ത് ചങ്കിലുള്ള സ്വാധീനതെന്നും പൂനാവിലിട്ടും മാർച്ചൂടറിഞ്ഞ് ചെന്നുറങ്ങും എന്റെ ചുണ്ടിലുള്ള മുത്തമൊക്കെ അക്കവിൾ കവർന്നിടാൻ പിണങ്ങിടല്ലേ നീ പാട്ട് വേണം താരാട്ടുവാൻ ചാഞ്ചാടിടും പാവ വേണം കൂട്ടായിടാൻ ആരാധിരോ പാട്ട് വേണം താരാട്ടുവാൻ ചാഞ്ചാടിടും പാവ വേണം കൂട്ടായിടാൻ